അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി ജല്ല സുൽത്താനുഹു വസ്സലാത്തു വസ്സലാമു അലാ സുൽത്താനിൽ അംബിയാഇ വസയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബദറിൻ്റെ രാവിലും റമദാൻ 17 രാവിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ പരിശുദ്ധമാക്കപ്പെട്ട ദിനത്തിൽ നമ്മൾ ഈ സുൽത്താനിയ മാർഗം ഖുർആൻ്റെ വെളിച്ചത്തിൽ എന്ന വിഷയം ചർച്ച ചെയ്യുമ്പോൾ രണ്ട് സുൽത്താന്മാരുടെ പത്യുന്നതരാക്കപ്പെട്ട സുൽത്താന്മാരുടെ ഓർമ്മകളിലാണ് നമ്മൾ ഇന്ന് ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ബഹുമാനപ്പെട്ട സുൽത്താനെ ഖദീറുള്ള ഇസ്മുല്ലാദം സൂഫി മുഹമ്മദ് യൂസുഫ് സുൽത്താൻ ബാബ ഷാഹൽ ഖാദിരി ചിശ്തി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്, അതേപോലെ ലോകമഖിലം ഈ സുൽത്താനീയത്തിൻ്റെ ആത്മജ്ഞാനപരമായ അറിവുകളുടെ ആ ഒഴുക്ക് ഇന്നത്തെ കാലഘട്ടത്തിലും തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട സുൽത്താനുൽ ആരിഫീൻ ഷെയ്ഖുൽ അക്ബർ മുഹീദ്ദീൻ ബിൻ അറബി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്, അവരുടെയൊക്കെ അനുസ്മരണത്തോടൊപ്പം പരിശുദ്ധമാക്കപ്പെട്ട ഈ സുൽത്താനിയത്തിനെ നിലനിർത്തിയ ബദരീങ്ങളുടെ ആ ദിവസത്തിലുമാണ് നമ്മൾ, അവരുടെയും മജ്ലിസിലാണ് നമ്മൾ ഇന്ന് ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അള്ളാഹു ഈ പരിശുദ്ധമാക്കപ്പെട്ട സുൽത്താനിയത്തിൻ്റെ ഒരു മജ്ലിസ് നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മൾ ആ സ്മരണകളിലൂടെ നമ്മളെല്ലാവരും ഒന്നിച്ച് നമുക്ക് അവരെ സ്മരിച്ചുകൊണ്ടും വിളിച്ചുകൊണ്ടും നമുക്ക് ഈ പ്രഭാഷണം തുടങ്ങാം. യാ സുൽത്താനു ശൈലില്ലാ, യാ സുൽത്താനു ശൈലില്ലാ, യാ സുൽത്താനു ശൈലില്ലാ, അൽ മദദ് ബിഇദ്നില്ലാ, യാ സുൽത്താനു ശൈലില്ലാ, യാ സുൽത്താനു ശൈലില്ലാ, യാ സുൽത്താനു ശൈലില്ലാ, അൽ മദദ് ബിഇദ്നില്ലാ, യാ സുൽത്താനു ശൈലില്ലാ, യാ സുൽത്താനു ശൈലില്ലാ, യാ സുൽത്താനു ശൈലില്ലാ, അൽ മദദ് ബിഇദ്നില്ലാ. സയ്യിദി മുഹിയദ്ദീൻ സുൽത്താനുൽ ആരിഫീൻ ജിനാക ത്വാലിബീൻ സാഹിബൽ ബുർഹാനി. സയ്യിദി മുഹിയദ്ദീൻ സുൽത്താനുൽ ആരിഫീൻ ജിനാക ത്വാലിബീൻ സാഹിബൽ ബുർഹാനി. സയ്യിദി മുഹിയദ്ദീൻ സുൽത്താനുൽ ആരിഫീൻ ജിനാക ത്വാലിബീൻ സാഹിബൽ ബുർഹാനി. യാ അഹ്ല ബദരിൻ കുല്ലുകും കൂനൂ ലനാ ശുഫആ ഫീ തഹ്സീലിനാ മഅ്മൂലനാ ഇൻദൽ ഇലാഹിൽ ഹാകിമിൽ മർജൂലനാ ശഫ്യഉഹുമുദ് ദാറൈനി ഫീനാ റബ്ബനാ അജ്ജിൽ ബിഫത്ഹിഹിം മിൻക യാ റഹ്മാനനാ. ഈ സുൽത്താൻ എന്നുള്ള പദം, സുൽത്താനി മാർഗം ഖുർആൻ്റെ വെളിച്ചത്തിൽ എന്ന് പറയുമ്പോൾ ഇതെന്തോ പുതുതായി തുടങ്ങുന്ന എന്തെങ്കിലും മാർഗമാണോ, പുതുതായി ആരംഭിക്കുന്ന എന്തെങ്കിലും സംഘടനയാണോ, പ്രസ്ഥാനമാണോ എന്നൊക്കെ പൊതുവായ സംശയങ്ങൾ നമ്മുടെ സാഹചര്യങ്ങളിൽ നമ്മുടെ അവസ്ഥകളിലും പൊതുവിൽ ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ വെള്ളിയാഴ്ചയും ബഹുമാനപ്പെട്ട സുൽത്താൻ സയ്യിദ് മുഹമ്മദ് ബാവ ഉസ്താദ് മഹാനവർകൾ ഈ വിഷയത്തെക്കുറിച്ച് പ്രസംഗിക്കുമ്പോൾ പറയുകയുണ്ടായി, ഈ പരിശുദ്ധമാക്കപ്പെട്ട ഇതിൻ്റെ ആത്മീയമായ രഹസ്യങ്ങളിലൂടെ കടന്നു പോകുന്ന ഏത് കാലഘട്ടത്തിലും ഏത് അവസ്ഥയിലുമുള്ളവരൊക്കെ
അവരൊക്കെ സുൽത്താനികളും ആ സുൽത്താന്മാരിലേക്കൊക്കെ ചേർക്കപ്പെട്ടവരൊക്കെ സുൽത്താനികളുമാണെന്ന് പറയുകയുണ്ടായി. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടത്, ഇതെന്തെങ്കിലും പുതുതായി ആരംഭിക്കുന്ന, പുതുതായി ഉദ്ദേശിക്കുന്ന ഒരു മാർഗമല്ല സുൽത്താനിയ മാർഗം എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഈ സുൽത്താൻ എന്നുള്ള പദം എന്താണ് നമുക്ക് ആദ്യമായി മനസ്സിലാക്കേണ്ടി വരിക? സുൽത്താൻ എന്നുള്ള പദം എന്തൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്? എന്താണ് സുൽത്താൻ എന്നുള്ള പദം കൊണ്ട്? സുൽത്താൻ എന്നുള്ള പദം പൊതുവിൽ തെറ്റിദ്ധരിക്കപ്പെട്ട അതിൻ്റെ അർത്ഥത്തെക്കുറിച്ചുള്ളൊരു തെറ്റിദ്ധാരണ ജനങ്ങൾക്കിടയിലുണ്ട്. കാരണം നമ്മൾ ഭരണാധികാരികളും രാജാക്കന്മാരും അതുപോലെ ആ ഭരണപരമായ നിയന്ത്രണങ്ങൾക്കാണ് പൊതുവിൽ ഹദീസുകളിൽ പോലും പലപ്പോഴും നമ്മൾ ഉപയോഗിക്കുക. സാധാരണഗതിയിൽ സുൽത്താൻ എന്നുള്ളത് ഭൗതികമായ ഭരണ പ്രക്രിയകൾ നിർവഹിക്കുന്ന അധികാര വിഭാഗത്തെയാണ് നമ്മൾ സാധാരണഗതിയിൽ ഉദ്ദേശിക്കുക. എന്നാൽ സുൽത്താൻ എന്നുള്ള പദത്തിനർത്ഥം, അതിൻ്റെ പ്രധാനപ്പെട്ട ഒരർത്ഥം തന്നെ ഖുർആൻ മിക്കവാറും സ്ഥലത്ത് അതിനെ ഉപയോഗിക്കുന്നത് ഹുജ്ജത്ത്, തെളിവ്, അള്ളാഹുവിൻ്റെ സാക്ഷി, അള്ളാഹുവിൻ്റെ തെളിവും അള്ളാഹുവിൻ്റെ സാക്ഷ്യവും, ഈ ലോകത്ത് അള്ളാഹുവിൻ്റെ ആ നിലനിൽപ്പിൻ്റെ സാക്ഷ്യവും എന്നുള്ള അർത്ഥത്തിലാണ്, തെളിവും എന്ന അർത്ഥത്തിലാണ് ഖുർആൻ നിരന്തരം ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം ഖുർആനിൽ ഒരുപാട് സ്ഥലത്ത് അതേക്കുറിച്ച് പറയുന്നുണ്ട്. ഖുർആൻ സൂറത്തുൽ ആറാഫിൽ 71-ാമത്തെ സൂക്തത്തിൽ അള്ളാഹു പറഞ്ഞു, കാലഖദ് വഖഅ അലൈക്കും മിർ റബ്ബിക്കും റിജ്സുൻ വഗളബ് അതുജാദിലൂനനി ഫി അസ്മാഇൻ സമ്മൈതുമുഹാ അൻതും വആബാഉക്കും മാ നസ്സലല്ലാഹു ബിഹാ മിൻ സുൽത്താൻ. അപ്പോൾ അവിടെ മാ നസ്സലല്ലാഹു ബിഹാ മിൻ സുൽത്താൻ എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹു അവിടെ തെളിവ്, ഹുജ്ജത്ത് എന്നുള്ള അർത്ഥത്തിലാണ് അള്ളാഹു ആ ഖുർആൻ ഈ വിഷയത്തെ ഉപയോഗിച്ചത്. അതുപോലെ തന്നെ സൂറത്ത് യൂനുസിൽ 68-ാമത്തെ ആയത്തിൽ ഖാലു ഇത്തഖദല്ലാഹു വലദൻ സുബ്ഹാനഹു വൽ ഗനിയ്യു ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് ഇൻ ഇൻദകും മിൻ സുൽത്താനിൻ ബിഹാദാ അതഖൂലൂന അലല്ലാഹി മാ ലാ തഅലമൂൻ എന്നുപയോഗിച്ചപ്പോഴും അള്ളാഹു അവിടെ ഇൻ ഇൻദകും മിൻ സുൽത്താനിൻ ബിഹാദാ, ഇതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സുൽത്താൻ നിങ്ങളെടുത്തുണ്ടോ എന്ന് അള്ളാഹു ഉപയോഗിച്ചുകൊണ്ട്. മറ്റൊരു സ്ഥലത്ത് ഈ സൂറത്ത് യൂസുഫിൽ 40-ാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞു, മാ തഅബുദൂന മിൻ ദൂനിഹി ഇല്ലാ അസ്മാഉൻ സമ്മൈതുമുഹാ അൻതും വആബാഉക്കും മാ അൻസലല്ലാഹു ബിഹാ മിൻ സുൽത്താൻ ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാഹ് അമറ അല്ലാ തഅബുദൂ ഇല്ലാ ഇയ്യാഹു ദാലികദ്ദീനുൽ ഖയ്യിം വലാകിന്ന അക്സറന്നാസി ലാ യഅലമൂൻ. അപ്പം അവിടെ അവർ മുൻകഴിഞ്ഞ പല വിഗ്രഹങ്ങൾക്കും മറ്റൊക്കെ പല പേരുകളും ഒക്കെ ഇട്ട് വിളിച്ചിരുന്നു. അപ്പം അതുപോലെ അത് നിങ്ങൾ വിളിച്ചൊരു പേരുകളല്ലാതെ മറ്റൊന്നുമല്ല എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു മാ അൻസലല്ലാഹു ബിഹാ മിൻ സുൽത്താൻ, അള്ളാഹു അതിന് ഒരു തെളിവും ഒരു ഹുജ്ജത്തും അള്ളാഹു ഇറക്കിയിട്ടില്ല എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിച്ചു. അതേപോലെ സൂറത്ത് ഇബ്രാഹിമിൽ 22-ാമത്തെ ആയത്തിൽ അല്ലാഹു മാ കാന ലീ അലൈക്കും മിൻ സുൽത്താനിൻ ഇല്ലാ അൻ ദഅഉതുകും വസ്തജബ്തും ലീ ഫലാ തലൂമൂനി വലൂമൂ അൻഫുസകും മാ അന ബിമുസ്രിഖികും വമാ അൻതും ബിമുസ്രിഖിയ ഇന്നി കഫർതു ബിമാ അശ്റക്തുമൂനി മിൻ ഖബൽ ഇന്നല്ലാലിമീന ലഹും അദാബുൻ അലീം എന്ന ആ ആയത്തിലും അള്ളാഹു അവിടെ ഉപയോഗിച്ചതും സുൽത്താൻ എന്നുള്ളതിനെ തെളിവ് എന്നുള്ള അർത്ഥത്തിലാണ്. ഇന്നഹു ലൈസ ലഹു സുൽത്താനുൻ അലല്ലദീന ആമനൂ അലാ റബ്ബിഹിം യതവക്കലൂൻ, അള്ളാഹുവിൻ്റെ തവക്കുലാക്കുകയും അള്ളാഹുവിൽ വിശ്വസിക്കുകയും ചെയ്ത ആളുകളുടെ മേലെ ആ ഇബ്ലീസിന് ഒരു സുൽത്താനും ഒരു അധികാരവും ഇല്ല എന്നുള്ള അർത്ഥത്തിൽ ഇവിടെ അള്ളാഹു അവിടെ ഖുർആൻ സൂറത്ത് നഹ്ലിൽ 99-ൽ ഉപയോഗിച്ചപ്പം അവിടെ ഉപയോഗിച്ച അർത്ഥം ഖുദ്റത്ത്, അധികാരം എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഇന്ന ഇബാദി ലൈസ അലൈക്കും സുൽത്താൻ ലൈസ ലക അലൈഹിം സുൽത്താൻ ഇന്ന ഇബാദി ലൈസ ലക അലൈഹിം സുൽത്താൻ വകഫാ ബിറബ്ബിക വകീലാ. അപ്പം സൂറത്ത് ഇസ്രായിലാണ്. അപ്പോൾ അവിടെ ഇന്ന ഇബാദി ലൈസ, എൻ്റെ അള്ളാഹുവിൻ്റെ പ്രിയപ്പെട്ട അടിമകൾ ലൈസ ലക അലൈഹിം സുൽത്താൻ, അവരെ മേൽ നിങ്ങൾക്കൊരധികാരവുമില്ല എന്ന് പറഞ്ഞു. വമാ കാന ലഹു അലൈഹിം മിൻ സുൽത്താനിൻ ഇല്ലാ അൻ യുഅ്മിനു ബിൽആഖിറതി മിമ്മൻ ഹുവ മിന്നാ ഫീ ശക്ക് വറബ്ബുക അലാ കുല്ലി ഷൈഇൻ ഹഫീദ് വമാ കാന ലനാ അലൈക്കും മിൻ സുൽത്താൻ ബൽ കുൻതും ഖൗമൻ ത്വാഗീൻ. അതേപോലെ മറ്റ് പല സ്ഥലത്തും സൂറത്തു സ്വാഫാത്തിൽ 156-ാമത്തെ ആയത്തിൽ അല്ലാഹു അംലക്കും സുൽത്താനും മുബീൻ, നിങ്ങൾക്ക് വ്യക്തമായ എന്തെങ്കിലും തെളിവുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്.
അതുപോലെ ഒരുപാട് സ്ഥലത്ത് വ്യത്യസ്തമായ അർത്ഥത്തിൽ അല്ലദീന യുജാദിലൂന ഫീ ആയാത്തില്ലാഹി ബിഗൈരി സുൽത്താൻ, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളുടെ കാര്യത്തിൽ തർക്കിക്കുന്നവരെ കുറിച്ച് പറയാം. ബിഗൈരി സുൽത്താൻ, അവിടെ തെളിവ് എന്നുള്ള അർത്ഥത്തിലാണ് ഖുർആൻ സൂറത്ത് ഗാഫിറിൽ 35-ാമത്തെ ആയത്തിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഇന്നല്ലദീന യുജാദിലൂന ഫീ ആയാത്തില്ലാഹി ബിഗൈരി സുൽത്താനിൻ അതാഹും. അപ്പം അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ ഒരു തെളിവുമില്ലാതെ അതും പറയാൻ വേണ്ടി വന്നു എന്നുള്ള അർത്ഥത്തിൽ ഖുർആൻ അങ്ങനെ തെളിവ് എന്നുള്ള അർത്ഥത്തിൽ തന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ ഖുർആൻ ഈ പദം ഉപയോഗിച്ചിട്ടുണ്ട്. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തത്തഖിദുൽ കാഫിരീന ഔലിയാ മിൻ ദൂനിൽ മുഅ്മിനീൻ അതുരീദൂന അൻ തജ്അലൂ ലില്ലാഹി അലൈക്കും സുൽത്താനം മുബീന. അവിടെ സുൽത്താനം മുബീന, ഈ സുൽത്താനം മുബീന എന്ന് ഖുർആനിൽ ഒരുപാട് സ്ഥലത്ത് പ്രയോഗിച്ചിട്ടുണ്ട്. വാതൈന മൂസ സുൽത്താനൻ മുബീന, മൂസാ നബി അലൈഹി സ്വലാമിന് നാം സുൽത്താനും മുബീനായ സുൽത്താനെ നൽകിയിരിക്കുന്നു എന്ന് അല്ലാഹു സൂറത്ത് നിസാ 153-ലും ഒക്കെ പറയും. വലഖദ് അർസൽനാ മൂസാ ബി ആയാതിനാ വസുൽത്താനിൻ മുബീൻ, മൂസാ നബി അലൈഹി സ്വലാമിന് നാം സുൽത്താൻ മുബീനായ സുൽത്താനെ നൽകിയിരിക്കുന്നു എന്ന് 96-ലും അള്ളാഹു ഉപയോഗിച്ചു. അന്നമാ സുൽത്താനുഹു അലല്ലദീന യതവല്ലൗനഹു വല്ലദീന ഹും ബിഹി മുശ്രികൂൻ, അങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പം ഇത്തരത്തിൽ ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മൾ സുൽത്താൻ എന്നുള്ള പദം ഹുജ്ജത്ത്, കൂടുതൽ ഭാഗത്തും അള്ളാഹു ഹുജ്ജത്ത് തെളിവ് എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിച്ചത്. അപ്പോൾ അവിടെ തെളിവ് എന്നതിന് അള്ളാഹുവിൻ്റെ ആസ്തിക്യത്തിൻ്റെ, അള്ളാഹുവിൻ്റെ അധികാരത്തിൻ്റെയും തെളിവായിട്ടാണ് ഭൂമിയിൽ ആ സുൽത്താൻ എന്നുള്ള അവസ്ഥ നിലനിൽക്കുന്നത് എന്ന് പറയാം. അപ്പം നമുക്ക് നമ്മുടെ ഈ പരിശുദ്ധമാക്കപ്പെട്ട സുൽത്താനിയത്തിനെ എങ്ങനെയാണ് വിശദീകരിക്കേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ഖുർആൻ്റെ വെളിച്ചത്തിൽ ഖുർആനിൻ്റെ എന്താണ് ഈ സുൽത്താൻ എന്നുള്ള പദം കൊണ്ടും സുൽത്താനിയത്തിൻ്റെ മാർഗവും ആ മാർഗം എന്താണെന്ന് വിശദീകരിക്കുമ്പോൾ നമുക്കത് ഖുർആൻ്റെ എല്ലാ ഭാഗങ്ങളും ബഹുമാനപ്പെട്ട ഇമാം അലി ഇബ്നു അബി ത്വാലിബിൻ കറമല്ലാഹു വജ്ഹു മഹാനവർകൾ പറഞ്ഞതായിട്ട് നമുക്ക് കാണാം. മുഴുവൻ വേദങ്ങളും ഖുർആനിൽ അടങ്ങിയിരിക്കുന്നു. ഖുർആൻ മുഴുവൻ ഫാത്തിഹയിൽ അടങ്ങിയിരിക്കുന്നു. ഫാത്തിഹ മുഴുവൻ അതിൻ്റെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വാക്യത്തിൽ അടങ്ങിയിരിക്കുന്നു. അതേപോലെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നത് മുഴുവൻ ആ ബാഇൻ്റെ പുള്ളിയിൽ അടങ്ങിയിരിക്കുന്നു എന്നും പറഞ്ഞു. അപ്പോൾ നമുക്കറിയാം എന്താണ് ഈ ബാഇൻ്റെ പുള്ളി. ഈ ബാഇൻ്റെ പുള്ളിയിൽ എങ്ങനെയാണ് ഇത് മുഴുവൻ അടങ്ങിയെന്ന് പറഞ്ഞതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? നുക്ത എന്ന് അറബിയിൽ പറയുന്ന ഈ നുക്ത ശരിക്ക് നമ്മൾ ഈ സുൽത്താൻ എന്നുള്ളത് കൊണ്ട് വിശേഷിക്കാവുന്ന ഏറ്റവും വലിയൊരു അർത്ഥമാണ് നുക്ത. കാരണം അലി റളിയല്ലാഹു തന്നെ പറയുകയുണ്ടായി, ഇൽമ് എന്ന് പറഞ്ഞാൽ അറിവ് എന്ന് പറഞ്ഞാൽ അതൊരു നുക്ത മാത്രമാണ്. അൽ ഇൽമു നുക്തത്തുൻ കസ്സറഹൽ ജാഹിലൂൻ. ഇൽമ് എന്ന് പറഞ്ഞാൽ ഒരു നുക്തയാണ്, ഒരു നുക്തം ഒരു പുള്ളി മാത്രമേ. കസ്സറഹൽ ജാഹിലൂൻ, അത് പലതായിട്ട് വികസിപ്പിച്ചു കൊണ്ടേതൊക്കെ വിഡ്ഢികളാണ് പരിപാടി ചെയ്തത്. അപ്പം വികസിച്ച് മറ്റൊക്കെ പോയത് ഈ ബാഇൻ്റെ പുള്ളിയാണ്. അപ്പം എന്താണ് ബാഇൻ്റെ പുള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തായിരിക്കും ഖുർആനെ വിശദീകരിക്കുമ്പോൾ, ഖുർആൻ്റെ ആശയാടിസ്ഥാനത്തെ വിശദീകരിക്കുമ്പം എന്താണ് ഈ ബാവും ആ ബാഇൻ്റെ പുള്ളിയിൽ മുഴുവൻ അടങ്ങിയിരിക്കുന്നു എന്ന് പറയുന്നതിനുണ്ട്. എന്താണ് ആ നുക്തയിൽ എല്ലാം അടങ്ങിയിരിക്കുന്നു എന്നത് പറയുന്നതിൻ്റെ താല്പര്യം. അപ്പം അതിനെക്കുറിച്ചുള്ള അറിവിൽ നിന്നും അതിനെക്കുറിച്ചുള്ള രഹസ്യത്തിൽ നിന്നും നമുക്ക് ഈ അറിവിലേക്ക് നമുക്ക് പറയാം. കാരണം ഈ നുക്ത എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ അഹദിയത്തിനെ സൂചിപ്പിക്കുന്ന പരിശുദ്ധമാക്കപ്പെട്ട അലിഫ് എന്നുള്ള അക്ഷരത്തിൽ, അലിഫ് ഒരക്ഷരമല്ല എന്നാണ് ആരിഫീങ്ങളായ മഹാന്മാരുടെ ഒക്കെ പക്ഷം. എങ്കിൽ പോലും നമുക്ക് പറയുമ്പോൾ അഹദിയത്തിനെ പ്രതിനിധീകരിക്കുന്ന അലിഫിൽ നിന്നാണ്, അലിഫിൻ്റെ ഒരു രഹസ്യവുമാണ് ബാഇൻ്റെ പുള്ളി. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരാൾ ചോദിച്ചതായിട്ട് ബഹുമാനപ്പെട്ട ഇബ്നു അറബി റളിയല്ലാഹു അൻഹു അവിടുത്തെ തഫ്സീറിൽ പറയുന്നുണ്ട്. എന്താണ് ഈ ബാഇൻ്റെ പുള്ളി അവിടെ, ബാഇൻ്റെ കൂടെയുള്ള അലിഫ് എവിടെ പോയി എന്ന് ചോദിച്ചു. മിന്നൈന ദഹബ, ഈ അലിഫ് എവിടെ പോയി എന്ന് ചോദിച്ചു. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ സരസവും വളരെ ആഴത്തിൽ ചിന്തിക്കേണ്ടതുമായ അറിവാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പം പറഞ്ഞ്, സറഖഹ ശൈത്വാൻ, അത് ശൈത്താൻ കട്ടുകൊണ്ടതാണ്. അപ്പം ഈ ശൈത്താൻ കട്ടുകൊണ്ട് നമ്മൾ ബിസ്മി എഴുതുമ്പോൾ ബാ എഴുതിയിട്ട് അയാൾ അലിഫ് വരില്ലല്ലോ. എന്നാലോ മറ്റ് പല സ്ഥലത്തും ഖുർആനിൽ ഉപയോഗിച്ചപ്പോൾ ഒക്കെ ബായിൻ്റെ ശേഷം അലിഫ് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്,
അവിടെ ബിസ്മി എഴുതുമ്പോൾ നമ്മൾ ബിസ്മി ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ റബ്ബുക്കൽ അക്രമുല്ലദീ അല്ലമൽ ഇൻസാന മാ ലം യഅലം എന്നുള്ള ആ തുടക്കത്തിൽ ഇറങ്ങിയ ആയത്തും അതുപോലെ സമാനമായ ആയത്തുകളിലൊക്കെ അള്ളാഹു അവിടൊക്കെ നമുക്ക് എഴുതുമ്പം അലിഫ് ഉപയോഗിക്കുന്നതായിട്ട് കാണാം. എന്നാൽ ഇതേ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എഴുതുമ്പോൾ എന്തുകൊണ്ട് അലിഫ് ഉപയോഗിച്ചില്ല? അപ്പം അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ചോദിച്ചത്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് പറഞ്ഞ മറുപടി വളരെ രസകരമായ മറുപടിയാണ്. അത് ശൈത്താൻ കട്ടുകൊണ്ടുപോയി. അപ്പം എങ്ങനെ ശൈത്താൻ കട്ടുകൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ മറുപടി എന്തായിരിക്കും അതിൻ്റെ രഹസ്യം? ഒരുപാട് രഹസ്യങ്ങൾ അടങ്ങിയ ഒരു അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ബിസ്മിയുടെ എഴുതുമ്പോൾ ആ എന്നുള്ള ബായിൻ്റെ വള്ളി അങ്ങ് നീട്ടിയിടണം. കാരണം ആ ബായിൻ്റെ വള്ളി എന്താണ് ഉദ്ദേശിക്കുന്നത്? അതിൻ്റെ ഇവളായിട്ട് പകരമായ ആ അലിഫ് അവിടെ കളഞ്ഞു പോകുന്ന അലിഫിന് പകരമായിട്ടാണ് ആ ബാഗ് കിടക്കുന്നത്. അതുകൊണ്ടാണ് ആ ബാഗ് നീട്ടിയിടണം എന്ന് പറഞ്ഞത്. അപ്പം ബാഗ് സത്യത്തിൽ അലിഫാണ്. അപ്പോൾ അവിടെ ഉദ്ദേശിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ബായിനെ നീട്ടിയിട്ടത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ അലിഫ് എന്നുള്ള അക്ഷരം പകരം വരികയാണ്. കാരണം നമുക്കറിയാം ഈ ആത്മജ്ഞാനങ്ങളുടെ രഹസ്യങ്ങളുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ ആ രഹസ്യങ്ങളിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ ഒന്നാമത് അള്ളാഹു പരിശുദ്ധമാക്കപ്പെട്ട അള്ളാഹുവിൻ്റെ അഹദിയത്തിൻ്റെയും അള്ളാഹുവിൻ്റെ ദാത്തിൻ്റെയും ഇസ്മിൻ്റെ രഹസ്യങ്ങളെപ്പെട്ടതാണ് അലിഫ്. അത് ഭൗതിക ലോകത്തേക്ക് ബഹുമാനപ്പെട്ട ആദം നബി അലൈഹി സ്വലാം സൃഷ്ടി ലോകത്തേക്ക് വന്നപ്പം അള്ളാഹു പറഞ്ഞു, ഇന്നല്ലാഹ ഖലഖ ആദമാല സൂറത്തിഹി ഖലഖല്ലാഹു ആദമാല സൂറത്തിഹി. ആദമിനെ അള്ളാഹുവിൻ്റെ രൂപത്തിൽ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞു. അള്ളാഹ്ക്ക് രൂപമില്ല, പക്ഷെ അള്ളാഹുവിൻ്റെ രൂപമായിക്കൊണ്ട്. അപ്പം ആ രൂപത്തിലേക്ക് ഇത് വന്നപ്പം ഒരു മറ വന്നു. അപ്പം അള്ളാഹു എന്നുള്ള ആ പരിശുദ്ധമാക്കപ്പെട്ട സത്തക്ക് ദാത്തിന് ഒരു മറയിട്ടുകൊണ്ടാണ് അതുകൊണ്ടാണ് ആ ബാഗിനെ കൊണ്ട് ആ അലിഫിനെ അവിടെ മറയിട്ടത്. അപ്പം പക്ഷെ അതിന് പകരമായി തോന്നുന്ന രൂപത്തിൽ ആ ബാഗിനെ നീട്ടിയിട്ടുകൊണ്ട് ബാഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സത്യത്തിൽ അലിഫാണ് എന്നുള്ളത്. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ഉസ്താദ് പറഞ്ഞത് ബാക്ക് പുള്ളിയില്ല എന്ന് പറഞ്ഞു. അപ്പം സത്യത്തിൽ ബായിൻ്റെ പുള്ളി എന്ന് പറയുന്നത് അലിഫാണ്. അപ്പോൾ അതുകൊണ്ടാണ് അതില്ല എന്ന് പറഞ്ഞു. അപ്പം ആ പരിശുദ്ധമാക്കപ്പെട്ട അവസ്ഥയിൽ നിന്നുകൊണ്ടാണ് നമുക്ക് ഇതിൻ്റെ രഹസ്യങ്ങൾ നമ്മൾ ആലോചിക്കുമ്പോൾ ഈ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ള ആ വാക്യത്തിൽ തന്നെ നമുക്ക് ആ സുൽത്താനിയത്തിൻ്റെ ഉന്നതമാക്കപ്പെട്ട രഹസ്യങ്ങൾ അടക്കം ചെയ്യുക. സുൽത്താനിയത്തിൻ്റെ ആ നൂനിൻ്റെ പുള്ളി നമുക്കറിയാം. ആ സുൽത്താൻ എന്നുള്ള പദത്തിൻ്റെ ആ നൂനിൻ്റെ പുള്ളി അതിൻ്റെ സകലതും അടങ്ങിയിരിക്കുകയാണ്. കാരണം ഈ നേരത്തെ ബായിനെ സംബന്ധിച്ചിടത്തോളം ബായിൻ്റെ ആ രൂപത്തിന് ഒരിക്കലും അതിൻ്റെ പുള്ളിയെ കാണാനുള്ള ശേഷി അതിനില്ല. കാരണം അത് മേലോട്ടാണ് നോക്കി കിടക്കുന്നത്. അപ്പോൾ അതിൻ്റെ അടിയിലുള്ള യാഥാർത്ഥ്യം കാണാനുള്ള കഴിവ് അതിനില്ല. പക്ഷേ അത് നൂനിൻ്റെ അവസ്ഥയല്ല. നൂനിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ മുകൾ ഭാഗത്തുള്ള ആ ഒരു ദായിറ, ആ റൗണ്ട് പൂർത്തിയാക്കുന്ന അതിനെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് അവിടെ നുക്ത വരുന്നത്. അപ്പോൾ ആ നുക്ത യാഥാർത്ഥ്യത്തിൽ അത് അലിഫിൻ്റെ നുക്തയാണ്. അതുകൊണ്ടാണ് അത് സകല യാഥാർത്ഥ്യങ്ങളെയും പ്രതിനിധീകരിക്കുന്ന സകല ഹർഫുകളിലേക്കും വികസിച്ചു പോകുന്ന ഒരു വിഷയമായും കൊണ്ട് അലിഫിനെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അത് പരിശുദ്ധമാക്കപ്പെട്ട സുൽത്താനിയത്തിൻ്റെ ദർശനത്തെയും സുൽത്താനിയത്തിൻ്റെ ഖുർആൻ എങ്ങനെയാണത് മുന്നോട്ട് വെച്ചത് എന്നതിനെയും നമുക്ക് വിശദീകരിച്ചു തരുന്ന ഒരു വലിയ ഭാഗമാണ് നമുക്ക് ഈ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതിലൂടെ തന്നെ കാണുന്നത്. അപ്പം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ആ വാക്യത്തിൽ തന്നെ ബാവും സീനും മീമും ഉണ്ട്. ആ ബാവും സീനും മീമും പരിശുദ്ധമാക്കപ്പെട്ട ഈ ഖുർആനിലെ ചരാക്ഷരങ്ങളുടെ രഹസ്യങ്ങളെ പ്രതിനിധീകരിക്കുന്ന അലിഫ്ലാം മീം എന്നതിൻ്റെ ഒരു രഹസ്യമായിട്ടാണ് അവിടെ തന്നെ ഉപയോഗിച്ചുള്ളത്. അവിടെ തന്നെ ആ അലിഫ്ലാം മീം എന്നതിൻ്റെ അർത്ഥവും ബിസ്മി എന്നതിൻ്റെ അർത്ഥവും ഒന്ന് തന്നെയാണെന്ന് ബഹുമാനപ്പെട്ട മശായിഖ്മാർ പറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ഈ അള്ളാഹ് എന്നുള്ള ഇസ്മ അള്ളാഹുവിൻ്റെ ദാത്തിൻ്റെ ഇസ്മ എന്ന് നമ്മൾ പറയും. അത് 2 അലിഫും 2 ലാമും 1 ഹാവും കൂടിയിട്ടാണ് അത് രൂപപ്പെടുന്നത്. 5 അക്ഷരങ്ങൾ അതല്ലെങ്കിൽ അതിനെ 6ാമതായി ഒരു വാവും കൂടി ചേർത്തുകൊണ്ടാണ് അത് രൂപപ്പെടുന്നത്. അത് അള്ളാഹുവിൻ്റെ പരിശുദ്ധമാക്കപ്പെട്ട ആ സുൽത്താനിയത്തിനെ കുറിക്കുന്ന ഒരു നാമം അള്ളാഹുവിൻ്റെ ഇസ്മുകളിൽപ്പെട്ടതാണ് അള്ളാഹു എന്നുള്ളത്. അപ്പം ഇതിൽ നിന്ന് നമ്മൾ ഓരോ കാര്യങ്ങളിലേക്കും നമ്മൾ പറയുമ്പം
ഫാത്തിഹയുടെ ഓരോ മേഖലകളിലേക്കും നമ്മൾ കടന്നു പോകുമ്പോൾ അതിലൊക്കെ നമുക്ക് ആ സുൽത്താനിയത്തിൻ്റെ സന്ദേശം, വിഷയം നമുക്ക് കാണാൻ കഴിയും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. ഈ മാലികി യൗം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുമ്പം ആ പരിശുദ്ധമാക്കപ്പെട്ട ഹംദ്, അതായത് സുൽത്താനുൽ അംബിയ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ മുഹമ്മദീയത്തിനെ പ്രതിനിധീകരിക്കുന്നതാണ്. മുഹമ്മദീയത്തിന് എന്നുള്ള ഹംദിൽ നിന്നാണ് മുഹമ്മദ് എന്ന, ആ ഹംദിൽ നിന്നാണ് മുഹമ്മദ് എന്നുള്ള പദം പോലും രൂപപ്പെടുന്നത്. അപ്പം അത് റബ്ബുൽ ആലമീൻ, ലോകാലോകങ്ങളുടെ റബ്ബ് എന്നുള്ള ആ വിഷയം പരിശുദ്ധമാക്കപ്പെട്ട സുൽത്താനിയത്തിൻ്റെ മറ്റൊരു തലത്തെ കൂടി നമുക്ക് പ്രതിനിധീകരിക്കുന്നതായി കാണാം. അതാണ് ഖുർആൻ വീണ്ടും അതിൻ്റെ ആ അധികാരപരമായ അവസ്ഥയെ സൂചിപ്പിച്ചുകൊണ്ടാണ് മാലിക് യൗമിദ്ദീൻ, ആ ദീനിൻ്റെ യൗമ് എന്ന് പറഞ്ഞാൽ അത് പരിശുദ്ധമാക്കപ്പെട്ട തൗഹീദിനെ ഉദ്ദേശിക്കുന്നു. ആ തൗഹീദ് ലോകത്ത് അതിൻ്റെ അധികാരം, ബഹുമാനപ്പെട്ട മഹ്ദി അലൈഹി ഇസ്ലാമിലൂടെ കടന്നു വരുന്ന ആ അധികാരത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു സംഭവമാണ്, അള്ളാഹുവിൻ്റെ അധികാരത്തെ. അതാണ് സുൽത്താനിയത്ത്. ആ സുൽത്താനിയത്തിനെയാണ് മാലിക് യൗമിദ്ദീൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മാലിക് യൗമിദ്ദീൻ അത് ആ പരിശുദ്ധമായ മാർഗത്തിലാണ്, ആ മാലിക് യൗമിദ്ദീനിലേക്കാണ് ഇയ്യാക നഅ്ബുദു, നിന്നെ ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നു, നിൻ്റെ അടിമ, ആ അബ്ദ് ആകുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ആ മാലിക് യൗമിദ്ദീൻ ആകുന്ന സുൽത്താനിയത്തിന് അബ്ദാകുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളും ആ അബ്ദിലൂടെ, ആ സുൽത്താനിയത്തിൻ്റെ അബ്ദാവുന്നതിലൂടെ നമ്മളും സുൽത്താന്മാരായി മാറുകയാണ്. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് മാത്രമാണ് നമ്മളുടെ എല്ലാ വിധത്തിലുള്ള കാര്യങ്ങളും എല്ലാ വിഷയങ്ങളും നടന്നു പോകുന്നത് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഇയ്യാക നസ്തഈൻ. അപ്പം അതാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം സിറാത്തുൽ മുസ്തഖീം. സിറാത്തുൽ മുസ്തഖീം എന്നാണ് ചൊവ്വായ മാർഗം എന്ന് പറഞ്ഞാൽ, ആ സിറാത്ത് എന്ന് പറഞ്ഞാൽ അലിഫ് പോലെയാണ്. ഏറ്റവും അള്ളാഹുവിൻ്റെ യാഥാർത്ഥ്യത്തിൽ ആ ചൊവ്വായി നിൽക്കുന്ന അള്ളാഹുവിൻ്റെ സത്തയുടെ നാമമായ, അല്ലെങ്കിൽ ആ രഹസ്യമായ ആ അലിഫിൻ്റെ രൂപത്തിലാണ് ഈ സിറാത്തുൽ മുസ്തഖീം എന്നുള്ളത് കിടക്കുന്നത്. അപ്പോൾ അതാണ്ടാണ് ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീമിലൂടെ നമുക്ക് കടന്നു പോകണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ വിഷയത്തെ ഒരുപാട് സ്ഥലത്ത് ഒരു ബഹുമാനപ്പെട്ട മശായിഖന്മാർ ഈ സുൽത്താനിയത്തിൻ്റെ രഹസ്യങ്ങളെ, ബഹുമാനപ്പെട്ട ഈ ഇച്ച സുൽത്താൻ എന്ന് നമുക്ക് പറയാം, ഇച്ച അബ്ദുൽ ഖാദർ സുൽത്താൻ മഹാനവറുകൾ ആ വിഷയം വിശദീകരിച്ചുകൊണ്ട്, ഈ പരിശുദ്ധമാക്കപ്പെട്ട സുൽത്താനിയത്തിൻ്റെ അവസ്ഥകളെ വിശദീകരിച്ചുകൊണ്ട് സുൽത്താനിയത്ത് പല രാജാംഗമുള്ള നില, സിറിന് സിറ് പെരുമാൾ, സുബ്ഹാനവൻ്റെ മറനീക്കി പടച്ച തടി, സർദാർ ഇമാം റഹ്മാൻ. അപ്പം അവിടെ മഹാനവർകൾ ആ സുൽത്താനിയത്ത് പല രാജപദവികളുള്ള ഒരു നിലയാണ് പരിശുദ്ധമാക്കപ്പെട്ട സുൽത്താനിയത്ത് എന്ന് ബഹുമാനപ്പെട്ട ഇച്ചമസ്താൻ അവർ എത്രയോ കാലങ്ങൾക്ക് മുമ്പ്, കേരളത്തിൽ 1950-കൾക്ക് മുമ്പ് വന്നുപോയ ഒരു മഹാനായ സൂഫി, തസവുഫിൻ്റെ ഒരു ജ്ഞാനിയായിരുന്നു ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദർ. അവിടുന്ന് ആ സുൽത്താനിയത്തിനെ വിവരിച്ചുകൊണ്ട് പലതരത്തിലുള്ള പല കവിതകളിലൂടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, അത് പുതുതായ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ പുതുതായൊരു സങ്കല്പമോ പുതുതായൊരു ആശയം ഉണ്ടാക്കി വരികയല്ല. മഹാന്മാർ ഈ വിഷയത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് കേരളത്തിൽ തന്നെ ഒരുപാട് കാലങ്ങൾക്ക് മുമ്പേ ഈ രഹസ്യങ്ങളെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്. സുൽത്താനിയത്ത് പല രാജാംഗമുള്ള നില, പല രാജപദവികളുള്ള നിലയാണത്. സിറിന് സിറ് പെരുമാ, സിറുൽ അസ്റാർ, എല്ലാ രഹസ്യങ്ങളുടെയും രഹസ്യമായ ആ സിറുൽ അസ്റാർ ആകുന്ന രഹസ്യങ്ങളുടെ രഹസ്യം എന്ന് പറഞ്ഞാൽ, അക്ഷരങ്ങളുടെ ലോകത്ത് നമ്മൾ പറയുമ്പോൾ അലിഫാണ്, സിറുകളുടെ അസ്റാറുകളുടെ സിറ് എന്ന് പറയും. അപ്പം ആ പെരുമ, അതാണ് സുൽത്താനി. സിറിന് സിറ് പെരുമാ, സുബ്ഹാനവൻ്റെ മറ നീക്കി പടച്ചറി, സുബ്ഹാനായ അള്ളാഹുവിൻ്റെ പരിശുദ്ധിയിൽ പരിശുദ്ധമാക്കപ്പെട്ട അള്ളാഹുവിൻ്റെ ആ മറ, ആ ഹിജാബ് 70,000 ഒക്കെ പറയപ്പെട്ടിട്ടുണ്ട്. അത്രത്തോളം മറകൾക്കകത്താണ് അള്ളാഹു ഉള്ളത് എന്ന് പറയും. അത്തരം 70,000 മറകളും നീക്കി പടച്ച, അതൊക്കെ നീങ്ങിപ്പോയൊരു തടിയാണ് ആ സർദാറാകുന്ന, ഇമാമാകുന്ന ആ റഹ്മാനിയത്തിൻ്റെ അവസ്ഥയിലുള്ള സുൽത്താൻ എന്നുള്ളതാണ് മഹാനവർകൾ നമ്മളെ ബഹുമാനപ്പെട്ട ഇച്ച സുൽത്താൻ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് മഹാനവർകൾ നമ്മളെ പഠിപ്പിച്ചു. കൽബണ്ട വൻബലദിൽ
അതിബാദിശാക്തനം വാരിക്കൊടുക്കും ദർബാർ, വാരിക്കൊടുക്കും ദർബാർ. വാനം പറന്നതടി ബഹറുൽ മുഹീത്തതിലും ബഹദൂർ രാജൗലമാ, ബഹദൂർ രാജൗലമാ. അപ്പം നമ്മൾ ആകാശത്ത് കൂടെ പറന്നിട്ടോ കടല് ബഹറുൽ മുഹീത്ത് പോലെ കടല് കടന്നിട്ടോ ഇതൊന്നും എല്ലാ പിന്നെ ബഹദൂർ രാജാക്കന്മാരെ പോലെ അതിവലിയ ചക്രവർത്തിമാരായിക്കൊണ്ട് നമ്മൾ ഈ ചക്രവർത്തിമാരെ പോലെ ഉലമാക്കളായിട്ടും കാര്യമില്ല. ആ പരിശുദ്ധമാക്കപ്പെട്ട സുൽത്താനിയത്തിൻ്റെ ആ ധനം ആ ദർബാറും കിട്ടാതെ, ആ ദർബാറും ഒന്നും കിട്ടാതെ നമുക്കൊന്നും കിട്ടുന്നില്ല എന്നാണ്. അലിഫണ്ട ബഹ്റദിയിൽ ഇർഷാദ് കപ്പലിനെ അടക്കി കൊടുത്ത ഹുറൂഫ, അടക്കി കൊടുത്ത ഹുറൂഫ. അലിഫ് എന്ന ആ ബഹർ, അലിഫാകുന്ന ആ ബഹറിൽ ഇർഷാദാകുന്ന കപ്പൽ, ഇർഷാദ് എന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അതിൽ കാണാൻ കഴിയും. ആ പിന്നെ സുൽത്താനിയത്തിൻ്റെ റുഷ്ദ്, അത് ബഹുമാനപ്പെട്ട നമ്മൾ ഖിദർ അലൈഹി സ്വലാമിൻ്റെ ആ വിജ്ഞാന സാഗരം, നമുക്ക് ആ കപ്പൽ കയറി പോകുന്നതൊക്കെ നമുക്ക് അതാണ്. പിന്നെ മൂസാ നബി അലൈഹി സ്വലാം അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കണക്കിന് മൂസാ നബി അലൈഹി സ്വലാം ഒരു സുൽത്താനും ബയ്യനായിട്ട് വന്നു പറഞ്ഞാൽ നമുക്ക് ആ ഖിദർ അലൈഹി സ്വലാമിൻ്റെ ആ അവസ്ഥ മൂസാ നബി അലൈഹി സ്വലാം സൂറത്ത് അൽ കഹ്ഫിലൂടെ ആ യാത്ര ചെയ്യുന്നത് നമുക്ക് കാണാം. അപ്പം അവിടെ ആ അലിഫണ്ട ബഹ്റദിയിൽ ഇർഷാദ് കപ്പലിനെ അടക്കിക്കൊടുത്ത, അതിനെ ആ കപ്പലിനൊക്കെ അടക്കിക്കൊടുത്ത ഹുറൂഫാണ്. ആട്ടം നിറഞ്ഞ നുക്ക് തുള്ളിൽ ബഹറുകളും അധികം ബീലാത് പലതും, അധികം ബീലാത് പലതും. അത് ആട്ടം നിറഞ്ഞ നുക്ത് എന്നും പറയാം നമുക്ക്. ഒരു ആറ്റം പോലെ ഉള്ള അവസ്ഥയിലുള്ള ആ നുക്താകുന്ന ആ നുക്തുകളൊക്കെ അലിഫിൻ്റെ മറ്റൊരു രഹസ്യമാണ് ആ നുക്തുകൾ കൂടിയിട്ടാണ് അലിഫ് ഉണ്ടായതെന്നും പറയും. അപ്പം അത് പല ബിലാദുകൾ, അത് പല ബഹറുകളും പല ബിലാദുകളുമായിട്ടൊക്കെ മാറുന്നു. കെലിമ കൂടാ കൊടിയും കാലം സനാമാനളവും കപ്പലടക്കി വിടുവോർ, കപ്പലടക്കി വിടുവോർ. കരുനൂർ മുഹമ്മദിയ ബനിയല്ല കുത്തുബുള്ള മുഹിയുദ്ദീൻ രാജകിളിയേ, മുഹിയുദ്ദീൻ രാജകിളിയേ. അതുപോലെ ഇത് ഇപ്പം ഈ ഒരു കവിത മാത്രമല്ല, സുൽത്താനിയത്ത് തുടങ്ങുന്ന ആ വിഷയം കൊണ്ട് തന്നെ തുടങ്ങുന്ന പല കവിതകളും ബഹുമാനപ്പെട്ട ഇച്ച അബ്ദുൽ ഖാദർ മസ്താൻ മഹാനവർകൾ രചിച്ചിട്ടുണ്ട്. സുൽത്താനിയത്ത് മഹാരാജാംഗമുള്ള നില, സൂക്ഷിക്ക് നിന്റെ കലീമാ, സൂക്ഷിക്ക് നിന്റെ കലീമാ. അപ്പോൾ ആ സുൽത്താനിയത്തിൻ്റെ അവസ്ഥയും ആ പദവികളിലും ഉണ്ടാവുന്നൊരു വിഷയം, അതിൻ്റെ ഒരു പൊരുൾ നിശ്ചയം, സദാസമയം ആ പരിശുദ്ധമാക്കപ്പെട്ട കെലിമ ഹൃദയത്തിൽ സൂക്ഷിക്ക്. അതുപോലും ആ സദാസമയം ആ പരിശുദ്ധമാക്കപ്പെട്ട കെലിമ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്നുള്ള കെലിമ നിങ്ങളുടെ അർവാഹുകളിൽ സൂക്ഷിക്കുക. അതാണ് സുൽത്താനിയത്തിൻ്റെ രഹസ്യം എന്നും വിശദീകരിച്ചുകൊണ്ട് ഇച്ചമസ്താൻ മഹാനവറുകൾ പറയുന്നു. സുബ്ഹാനിയത്ത് മനം ഷറഫാക്കി വെച്ചവരിൽ സമുദായമുള്ള കലീമാ, സമുദായമുള്ള കലീമാ. ബലദുല്ല മീനുകളെ വൈനോക്കി നീണ്ടവരിൽ ബഹുമാനമുള്ള കലീമാ, ബഹുമാനമുള്ള കലീമാ. അപ്പം ആ കെലിമനെ കുറിച്ചുള്ള കെലിമയും ആ സുൽത്താനിയത്തുമായിട്ടുള്ള ബന്ധത്തിലേക്ക് വെളിച്ചം വീശിക്കൊണ്ടാണ് ബഹുമാനപ്പെട്ട ഇച്ചമസ്താൻ അവർകൾ ഈ വരിയെ നമുക്ക് പാടിത്തരുന്നത്. അപ്പം എന്താണ് ഈ നമ്മൾ ഈ സുൽത്താനിയത്ത് എന്നുള്ള വിഷയത്തെ നമുക്ക് അവതരിപ്പിക്കുമ്പോൾ ഈ നുക്തയെയാണ്, ഈ അലിഫിനെ ആയാലും നമുക്കതൊക്കെ പരിശുദ്ധമാക്കപ്പെട്ട ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന കലിമ. കാരണം ഈ കലിമക്കുള്ളൊരു പ്രത്യേകത, അതിൻ്റെ 24 അക്ഷരം ഉണ്ടെങ്കിലും 24 അക്ഷരത്തിൽ ഒറ്റൊന്നിനും പുള്ളില്ല എന്നുള്ള. അതിൽ 24 അക്ഷരത്തിലും ഒന്നും പുള്ളില്ലാത്ത അക്ഷരങ്ങൾ. ഈ പുള്ളില്ലാത്ത അക്ഷരങ്ങൾ എന്ന് പറഞ്ഞാൽ അത് യാഥാർത്ഥ്യത്തിൽ ഈ കലിമ മൊത്തത്തിൽ ഒരു പുള്ളിയാണെന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അപ്പം അത് പക്ഷേ ആ കെലിമയിലൂടെ മാത്രമേ നമുക്ക് ആ പരിശുദ്ധമാക്കപ്പെട്ട സുൽത്താനിയത്തിൻ്റെ രഹസ്യങ്ങളിലേക്ക് ആദ്യത്തെ അലം തറ കൈഫ ദറബല്ലാഹു മസലൻ കലിമത്തൻ ത്വയ്യിബത്തൻ കശജറത്തിൻ ത്വയ്യിബ അസ്ലുഹാ സാബിത്തുൻ വഫറൂഹാ ഫിസ്സമാ തൂതിയുകുലഹാ കുല്ലഹീനിൻ ബിഇദ്നി റബ്ബിഹാ എന്ന് ഖുർആൻ പറഞ്ഞ, അതായത്
മുരട് ഉറച്ച ഒരു മരമാണ്. ആ മരത്തിൻ്റെ ശിഖരങ്ങൾ എല്ലാ പടർന്ന് പന്തലിച്ചതാണ്. അങ്ങനെയാണ് അള്ളാഹു ആ കെലിമയെ ഉദാഹരിച്ചത്. ആ കെലിമയെ ഉദാഹരിച്ച ആ രഹസ്യം അത് വളർന്നു വലുതായ ആ കെലിമ ഒരു വലിയ മരമായി നിൽക്കുന്ന, എല്ലാറ്റിനും തണൽ നൽകപ്പെടുന്ന ഒരു രഹസ്യമായി നിൽക്കുന്നത്, അതിൻ്റെ ആ വിത്താകുന്ന ഒരു നുക്തയുണ്ട്. ആ നുക്തയിൽ നിന്നാണ് അത് ഇത്ര വലിയ രൂപത്തിൽ പടർന്ന് പന്തലിച്ചത്. അപ്പം ആ വിത്ത് യാഥാർത്ഥ്യത്തിൽ എല്ലാറ്റിൻ്റെയും പിന്നിൽ കിടക്കുന്ന രഹസ്യമാകുന്ന വിത്ത് എന്ന് പറയുന്നത്, ആ നുക്ത എന്ന് പറയുന്നത്, അതാണ് പരിശുദ്ധമാക്കപ്പെട്ട കലിമ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ്. അതുകൊണ്ട് അതന്നെ ആ രഹസ്യം തന്നെ ബഹുമാനപ്പെട്ട ഇച്ചമസ്താൻ അവർകൾ നമ്മുടെ മുത്തോളി മുഹമ്മദന്റെ മുമ്പിരുന്ന സിറട, മുത്തിലുള്ള പത്തെടുത്ത് മുത്തിക്കൊള്ളട, പുത്തിമാൻകളൊക്കെയും പുടം കുടിക്കും കള്ളട, പുള്ളിലാ ഇലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞുകൊണ്ട് മഹാനവറുകൾ ആ കെലിമൻ്റെ ഒരു ആ രഹസ്യത്തിലേക്ക് ഒരു വിശകലനം നമുക്ക് തരുന്നുണ്ട്. മുത്തോളി മുഹമ്മദന്റെ മുമ്പിരുന്ന സിറട, മുത്തിലുള്ള പത്തെടുത്ത് മുത്തിക്കൊള്ളട. അപ്പം മുത്തോളി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ മുമ്പിൽ ഇരുന്ന ആ സിറാണ്, ആ രഹസ്യമാണ്. എല്ലാ രഹസ്യങ്ങളുടെയും രഹസ്യമെന്ന് നമ്മൾ ആ മുത്തിലുള്ള പത്തെടുത്ത് ആ രഹസ്യത്തെ എടുത്ത് മുത്തിക്കൊള്ളട, അതിനെടുത്ത് മുത്തിക്കൊണ്ട്, പുത്തിമാൻകളൊക്കെയും പൂടം കുടിക്കും കള്ളട, ഫുള്ള് ലാ ഇലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ബഹുമാനപ്പെട്ട ഷെയ്ഖ് മുഹീദ്ദീൻ സുൽത്താനുൽ ഔലിയ സയ്യിദന ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് ആ ഒരു ലഹരിയെക്കുറിച്ചാണ് സഖാനിൽ ഹുബ്ബു കഇസാത്തിൽ വിസാലി ഫഖുൽതു ലിഖംറതി നഹവി താലി സഅത് വമശത് ലിനഹവി ഫീ കൂസി ഫഹിംതു ബിസുക്റതി ബൈനൽ മാവാലി മുറാദി ഷെയ്ഖ് മുഹിയുദ്ദീൻ മുറാദി. അപ്പം സഖാനിൽ ഹുബ്ബു കസാത്തിൽ വിസാലിൻ്റെതായ ചഷകങ്ങൾ, അള്ളാഹുവിലേക്കുള്ള ലയനത്തിൻ്റെ ചഷകങ്ങൾ, ഈ ഹുബ്ബ് മോന്തി കുടിച്ചു എന്ന് പറഞ്ഞ പിന്നെ അവിടെ പല അതുപോലെ തന്നെ റിഫായി അലമി എന്ന് പറയുന്ന ആ ബെയ്ത്തിലും നമുക്കറിയാം അവിടെ ആ ഹംറിനെ കുറിച്ച് പറയുന്നുണ്ട്. അതാണ് ഇങ്ങനെയുള്ള ബുദ്ധിമാനികളൊക്കെയും ഒലക്കെ ഫുള്ളായിട്ട് കുടിച്ച കള്ളാണ് പരിശുദ്ധമാക്കപ്പെട്ട ആ ഫുള്ള് ആയിക്കുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ്. ചിത്തമാം ഖുറൈശിയത്തിൽ ചിക്കയിട്ട പുള്ളട, ചിങ്കറാദം മക്കളിൽ ജീകം പെരുത്ത മുള്ളട, അത്തിമാമാരത്തിലെ അമർന്നിരുന്ന ഹള്ളട, ഹഖ് ലാ ഇലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. അപ്പം ആ എല്ലാ രഹസ്യങ്ങളുടെയും അത്തിയുല്ലാഹ അത്തിയുർ റസൂല എന്ന് പറയുന്ന പരിശുദ്ധമാക്കപ്പെട്ട അള്ളാഹുവിനെയും അതേപോലെ റസൂലിൻ്റെയും ഇത്താഅത്തിലേക്ക് നിങ്ങൾ വരിക എന്ന് പറയുന്ന ആ ഹക്കാകുന്ന പരിശുദ്ധമാക്കപ്പെട്ട കലിമ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്നതിനെക്കുറിച്ചാണ് ഈ പരിശുദ്ധമാക്കപ്പെട്ട നമ്മൾ ഈ വിഷയങ്ങളിലൊക്കെ നമ്മൾ പറയുമ്പോൾ ഉള്ള ഈ സുൽത്താനിയത്തിൻ്റെ എല്ലാ രഹസ്യങ്ങളെയും നമ്മൾ ഉൾക്കൊള്ളിക്കുന്നതും അത് പറയുന്നതും നമ്മൾ ഈ വിഷയത്തിൽ നിന്നുകൊണ്ടാണ്. പക്ഷേ നമ്മൾ രണ്ട് കാര്യം നമുക്ക് ഈ വിഷയങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയും. ഒന്ന് ഖുർആൻ പല സ്ഥലത്ത് വ്യക്തമായ തെളിവ് എന്നുള്ള അർത്ഥത്തിൽ സുൽത്താനിയത്തിനെ പറഞ്ഞപ്പോൾ എങ്ങനെയാണ് ആ സുൽത്താൻ എന്നുള്ള പദം ഖുർആൻ എന്താണ് തെളിവ് എന്ന് ഖുർആൻ പ്രയോഗിച്ചപ്പോൾ ഖുർആൻ തെളിവ് എന്നാണ് ഉദ്ദേശിച്ചതെന്ന് വെക്കുക. സുൽത്താനിൻ ബയ്യിൻ എന്നൊക്കെ പറഞ്ഞു കൊടുത്ത് വ്യക്തമായ തെളിവ് എന്ന് അള്ളാഹു ഉപയോഗിച്ചു. ആ വ്യക്തമായ തെളിവ് എങ്ങനെയാണ് ഒരു സുൽത്താൻ എന്നുള്ള അവസ്ഥകളിലേക്ക് എത്തിച്ചേർന്ന ഒരു മനുഷ്യനാകുന്നത് എന്നും നമ്മൾ വിവരിച്ചു. കാരണം അത് ആ വ്യക്തി അള്ളാഹുവിൻ്റെ മദ്ഹറുകളും ആ അള്ളാഹുവിൻ്റെ നേരത്തെ അള്ളാഹുവിനെ കുറിച്ച് നമ്മൾ പറഞ്ഞപ്പോൾ പറഞ്ഞു ഖലഖല്ലാഹു ആദം അലാ സൂറത്തി, ആദം അലൈഹി ഇസ്ലാമിന് അള്ളാഹു ആ രൂപത്തിൽ പടക്കപ്പെട്ടു എന്ന് പറഞ്ഞു. അപ്പം ആ സൂറത്തിനെ കുറിച്ചാണ്.
ആ സൂറത്താകുന്ന വ്യക്തിത്വങ്ങളാണ് ലോകത്ത് കാലാകാലങ്ങളിലൂടെ കടന്നുപോയത്. അപ്പം ആ കടന്നുപോയ അതൊക്കെ ആ രഹസ്യങ്ങളിലേക്ക്, സുൽത്താനിയത്തിൻ്റെ അല്ലെങ്കിൽ ആ നുക്തയുടെ ആ രഹസ്യത്തിലേക്ക് ആയിത്തീർന്ന മഹാന്മാരാണ്. ഒരുപാട് മഹാന്മാർ ഈ രഹസ്യമാണ് ഞങ്ങൾ എന്ന് പറഞ്ഞിട്ട്, ബഹുമാനപ്പെട്ട ശിബിലി റളിയല്ലാഹു അൻഹു മഹാനവറുകൾ പറഞ്ഞു, ആ ബായിൻ്റെ പുള്ളി ഞാനാണ് എന്ന് പറയുകയുണ്ടായിട്ടുണ്ട്. അതുപോലെ ബഹുമാനപ്പെട്ട ശൈഖുൽ അക്ബർ മുഹീദ്ദീൻ ഇബ്നു അറബി റളിയല്ലാഹുവിൻ്റെ ശൈഖ് അബൂ മദിയൻ ഷുഐബ് റളിയല്ലാഹു അൻഹു അവിടുന്ന് പറഞ്ഞ് ഞാൻ ആ ബായിൻ്റെ പുള്ളിയാണ് എന്ന് പറയുകയുണ്ടായി. അപ്പോൾ എന്താണ് ഇവരൊക്കെ പല മഹാന്മാർ, ബഹുമാനപ്പെട്ട അലിയുൻ കറമല്ലാഹു ഒക്കെ ഈ ബായിൻ്റെ പുള്ളിയാണ് എന്ന് പറഞ്ഞതിൻ്റെ പിന്നിലുള്ള രഹസ്യം, ആ രഹസ്യത്തിൽ നിന്ന് നമുക്ക് ഈ സുൽത്താനിയത്തിൻ്റെ രഹസ്യത്തെയും നമുക്ക് കണ്ടെത്താൻ പറ്റും. പക്ഷേ എങ്ങനെയാണ് അതിലേക്ക് ചേരുന്നത്, അതിലേക്ക് എങ്ങനെയാണ് നാം എത്തിച്ചേരുന്നത്, അങ്ങനെയാണ് നാം ആ ഒരു മാർഗത്തിലൂടെ സുൽത്താനിയായി തീരുന്നത് എന്നുള്ളതാണ് ഇതിൽ നമ്മൾ വ്യക്തമായിട്ടും നമുക്ക് അറിയേണ്ട ഒരു കാര്യം. അത് എങ്ങനെയാണ് ഖുർആൻ വിവരിച്ചത്. അപ്പം ഒരാൾ ആ സുൽത്താനിയ മാർഗം എന്ന് ചോദിക്കുമ്പോൾ, കാരണം സുൽത്താനിയ മാർഗം ഒരിക്കലും ഈ തരത്തിലുള്ള നമ്മൾ പറയുന്നത് പോലെ സാധാരണഗതിയിലുള്ള ഒരു വിശ്വാസത്തിൻ്റെ പടിയല്ല. വിശ്വാസം പലതരത്തിലാണ്. യാ അയ്യുഹല്ലദീന ആമനു ആമിനു, വിശ്വസിച്ചവരെ നിങ്ങൾ ഈമാനിലാവുക എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. ആ ഈമാനിലേക്ക് എങ്ങനെയാണ് ഒരു വിശ്വാസി കടന്നു ചെല്ലുക എന്നുള്ളതാണ് ഇതിൻ്റെ മുഴുവൻ വിഷയം. അപ്പം ആ ഈമാനിലേക്ക് കടന്നു ചെല്ലുമ്പം ആദ്യമായിട്ട് നമുക്ക് അതിൻ്റെ ഷഹാദത്തിന്, ആ സാക്ഷിത്വത്തെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു ഈ ലോകത്തേക്ക് നിയോഗിച്ചതിൻ്റെ ഒന്നാമത്തെ ഉദ്ദേശം ഇന്നാ അർസൽനാക ഷാഹിദൻ, നബിയെ അങ്ങേ നാം ഒരു ഷാഹിദായി, ഒരു സാക്ഷിയായി നിയോഗിച്ചു. അപ്പം ആ സാക്ഷിയുടെ ദൗത്യം എന്താണ്, ഒരു ഷാഹിദിൻ്റെ ദൗത്യം എന്താണ്, ഷഹാദത്ത് പകരുക എന്നത്. ആ ഷഹാദത്ത് പകരൽ കൊണ്ടാണ് ഒരാൾ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്നുള്ള സ്റ്റേജിലെത്തുന്നത്. അല്ലാതെ ആമൻതു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ ആമൻതു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്, ഞാൻ അള്ളാഹ് അല്ലാതെ ഇലാഹില്ല എന്ന് വിശ്വസിച്ചു, മുഹമ്മദ് നബി അള്ളാഹുവിൻ്റെ റസൂലാണെന്ന് വിശ്വസിച്ചു, അല്ലെങ്കിൽ ഐഖൻതു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ ഐഖൻതു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്, ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് യഖീനാക്കി എന്ന് പറഞ്ഞതൊന്നും ഇസ്ലാമിലേക്ക് പ്രവേശിക്കുന്ന ഘട്ടം എത്തുന്നില്ല. ഇസ്ലാമിലേക്ക് പ്രവേശിക്കുക എന്നുള്ള ആ ഘട്ടത്തിലേക്ക് ഒരാൾ വന്നു ചേരുന്നത്, ഇസ്ലാം എന്നുള്ള ഘട്ടത്തിലേക്ക് ഒരാൾ എത്തിച്ചേരുന്നത് ആ ഷഹാദത്ത് കൊണ്ടാണ്. ആ ഷഹാദത്താണെങ്കിൽ അത് അള്ളാഹു ആണ്. ആ സാക്ഷി അള്ളാഹു എന്നുള്ള അവസ്ഥയിലാണ് സത്യത്തിൽ ആ സാക്ഷിത്വം നടക്കുക. അതാണ് ഖുർആൻ തന്നെ പറഞ്ഞ ഷഹിദല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ മലായികതു വഉലുൽ ഇൽമി ഖായിമൻ ബിൽ ഖിസ്ത് ലാ ഇലാഹ ഇല്ലാ ഹുവൽ അസീസുൽ ഹകീം ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം വമാ ഇഖ്തലഫല്ലദീന ഊതുൽ കിതാബ ഇല്ലാ മിൻ ബഅദി മാ ജാഅഹുമുൽ ഇൽമു ബഗയം ബൈനഹും വമൻ യക്ഫുറു ബിആയാതില്ലാഹി ഫഇന്നല്ലാഹ സരീഉൽ ഹിസാബ്. അപ്പം ഷഹിദല്ലാഹു, അള്ളാഹു ആണ് സാക്ഷ്യം. ആ സാക്ഷിത്വം ചെയ്യുന്നത് അള്ളാഹു ആണ്. ഷഹിദല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ല, ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന് സാക്ഷ്യം വഹിക്കുന്നത് അള്ളാഹു ആണ്. അപ്പം അത് മഹാന്മാർ അതിനെക്കുറിച്ച് വിശദീകരിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹ്ക്കല്ലാതെ ആ സാക്ഷിത്വത്തിൽ, അള്ളാഹ് എന്നുള്ള ഒരു പൊരുളിലൂടെ അല്ലാതെ അതിലേക്ക്, ആ സാക്ഷിത്വത്തിലേക്ക് പോകാൻ കഴിയില്ല. വൽ മലായികത്തു, മലക്കുകളും, ഉലുൽ ഇൽമി, ജ്ഞാനികളും, ജ്ഞാനത്തിൻ്റെ ആളുകളും, ഖായിമൻ ബിൽ ഖിസ്ത്. ഖായിമൻ ബിൽ ഖിസ്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയും ഖായിം എന്ന് പറഞ്ഞാൽ ഒറ്റ നിൽക്കുന്നത്, ആ നിലകൊള്ളുക, ഒരു നിൽക്കുക എന്നുള്ള ഖിയാം. അതിനെക്കുറിച്ചാണ് നമ്മൾ നേരത്തെ അലിഫിൻ്റെ ഒരു വിഷയം പറഞ്ഞതാണ്. അത് ഈ ഖായിമൻ ബിൽ ഖിസ്ത്, നീതി കൊണ്ട് നിൽക്കുക എന്നുള്ള അവസ്ഥനെ വിവരിക്കുന്നതും ആ അലിഫ് എന്നുള്ള അള്ളാഹുവിൻ്റെ അവസ്ഥയിലാക്കിയിട്ട് മഹാന്മാർ വിശദീകരിക്കുന്നത് കാണാം. ലാ ഇലാഹ ഇല്ലാ ഹുവൽ അസീസുൽ ഹകീം. പിന്നെയും അള്ളാഹു ആ വിഷയത്തെ വിശദീകരിക്കുന്നു. അപ്പം അള്ളാഹു അവൻ്റെ ദാത്തിന് സാക്ഷ്യപ്പെട്ടു. ആ ജമ്മിൻ്റെ അവസ്ഥയിൽ എല്ലാ വഹദാനിയത്തും, അള്ളാഹുവിൻ്റെ ഏകത്വത്തിൻ്റെ ഒരവസ്ഥയിലുള്ള ജമ്മിൻ്റെ മഖാമിൽ അള്ളാഹു സാക്ഷിയായതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. കാരണം ഇവിടെ ഷാഹിദും, ആ സാക്ഷിയാവുന്ന ആളും സാക്ഷിയാക്കപ്പെടുന്ന ആളും അവശേഷിക്കുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. അതല്ലാതെ വേറൊന്നും അവശേഷിക്കുന്നില്ല. സാക്ഷിയും ആ സാക്ഷിയാക്കപ്പെടുന്നതും ഒക്കെ ഒന്നായിക്കൊണ്ട് നിലനിൽക്കുന്ന രജം. അങ്ങനെ അള്ളാഹു പിന്നീട് ഈ
ആ ജമ്മിൻ്റെ അവസ്ഥയിൽ നിന്ന് തഫ്സീലിൻ്റെ അവസ്ഥയിലേക്ക് എല്ലാം ഒരുമിച്ച് കൂടി നിൽക്കുക എന്നുള്ള അവസ്ഥയിൽ നിന്ന് പലതായി സൃഷ്ടി ലോകത്തിൻ്റെ അവസ്ഥകളിലേക്ക് വന്നു. ഫശഹിദ ബിനഫ്സിഹി മാരിഹി അലാ വഹ്ദാനിയതി ഫീ ദാലികൽ മശ്ഹദ്. അപ്പോൾ അതിൽ പലതിനെയും സാക്ഷ്യം. അപ്പോഴാണ് അള്ളാഹു ആ ജമ്മിൻ്റെ അവസ്ഥയിൽ നിന്ന് അത് ഒരു തഫ്സീലിൻ്റെ ഫറക്കിൻ്റെ അവസ്ഥയിലേക്ക് വന്നപ്പം അതിനെ വിശദീകരിക്കാൻ വേണ്ടിയാണ് വല്ലാഹു അൽ മലായികത്തു വഉലുൽ ഇൽമി ഖായിമൻ ബിൽ ഖിസ്ത്. അപ്പം അവിടെ മലായികത്തുകളും അതേപോലെ ഉലുൽ ഇൽമും, ഇത് രണ്ടും വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. കാരണം ഈ വിഷയം നമുക്ക് കൈകാര്യം ചെയ്യുമ്പോൾ ഈ രണ്ട് കാര്യങ്ങളിലൂടെ അല്ലാതെ ഉണ്ടാകുന്നില്ല. ഒന്ന് മലായികത്തിൻ്റെ അവസ്ഥ. അപ്പം ഈ മലായികത്തിൻ്റെ അവസ്ഥ എപ്പോഴും നമുക്കറിയാം അതിനെക്കുറിച്ചുള്ള പരിമിതികളൊക്കെ. പക്ഷേ മറ്റൊരു കൂട്ടരെ പറഞ്ഞ് പ്രവാചകന്മാർ സാക്ഷ്യം വഹിച്ചു എന്നല്ല അല്ലാഹ് പറഞ്ഞു. അല്ലെങ്കിൽ മഹാന്മാർ, ഔലിയാക്കന്മാർ, സിദ്ദീഖുകൾ, സ്വാലിഹുകൾ എന്നൊക്കെ ഖുർആൻ പല സ്ഥാനങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. അവർ സാക്ഷ്യം വഹിച്ചു എന്നുമല്ല ഖുർആൻ പറഞ്ഞു. ഖുർആൻ പറഞ്ഞ ഉലുൽ ഇൽമി, ഇൽമിൻ്റെ ആൾക്കാർ എന്നാണ് പറഞ്ഞത്. അപ്പം ഈ ഇൽമു കൊണ്ടാണ് ഈ സാക്ഷിത്വത്തിലേക്ക് എത്തുക. അപ്പം ഈ സാക്ഷ്യം വഹിക്കുക എന്ന് പറഞ്ഞാലും ഈ സാക്ഷിത്വത്തിൻ്റെ എല്ലാവിധ പൊരുളും കിടക്കുന്നത് അതിൻ്റെ ജ്ഞാനത്തിലാണ്. ആ ജ്ഞാനത്തിലൂടെ മാത്രമേ നിങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു എന്നതിനെ കുറിച്ചുള്ള തിരിച്ചറിവും ഉണ്ടാകാൻ പോകുന്നുള്ളൂ. അപ്പം പരിശുദ്ധമാക്കപ്പെട്ട ഈ മാർഗത്തിൻ്റെ ഏറ്റവും വലിയ രഹസ്യം അതിൻ്റേതായ ഈ രഹസ്യങ്ങളെക്കുറിച്ചുള്ള ജ്ഞാനവും അതിൻ്റെ അടിത്തറയായി നിലകൊള്ളുകയാണ്. അതുകൊണ്ടാണ് ഖുർആൻ തുടർന്ന് പറഞ്ഞത് ആ തരത്തിൽ അള്ളാഹു സാക്ഷ്യം വഹിക്കുന്നു എന്ന അവസ്ഥയിൽ അതിനെ ഉൾക്കൊണ്ടുകൊള്ളുകയും സ്വീകരിക്കുകയും ചെയ്യുക എന്ന അവസ്ഥയേക്കാണ് ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. അള്ളാഹുവിങ്കൽ സ്വീകാര്യോഗ്യമായ ദീന് നമ്മളതിന് അർത്ഥം പറയും. ഇന്നദ്ദീന ഇൻദല്ലാഹി, അള്ളാഹുവിങ്കലാകുന്നുള്ള ആ മാർഗമാണ് അദാഹുവ ഹാദ തൗഹീദുല്ലദി ഖറഹു ബിനഫ്സിഹി. അള്ളാഹു ഇക്റാർ ചെയ്ത ആ ഇക്റാറിൻ്റെ ഇത് ഉന്നയിച്ച് സ്വന്തം നഫ്സിനെ കൊണ്ട് തന്നെ അള്ളാഹു ഇക്റാർ ചെയ്യുക ആ തൗഹീദാണ് ഈ പരിശുദ്ധമാക്കപ്പെട്ട ദീൻ. അപ്പം ദീൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് കാണുന്ന പോലെയുള്ള വിഷയങ്ങളൊന്നുമല്ല. ഈ സാക്ഷിത്വവും ആ സാക്ഷിത്വവുമായി ചേരുകയും ആ സാക്ഷിത്വവുമായി ബന്ധപ്പെടുകയും ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഖുർആൻ അതിനെ തുടർന്ന് തൊട്ടടുത്ത് ഖുർആൻ അങ്ങനെ പറഞ്ഞത് ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. അള്ളാഹുവിങ്കിൽ സ്വീകാര്യോഗ്യമായ മതം ദീൻ ഇസ്ലാമാകുന്നു. അതുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞതിനെയും തൊട്ടടുത്ത് ഖുർആൻ വീണ്ടും അത് തന്നെ വിഷയം വിശദീകരിച്ചു. അസ്ലംതു വജ്ഹിയ ലില്ലാഹി ഫഇൻ ഹാജ്ജുക, അവർ നിങ്ങളോട് തർക്കിച്ചാൽ ഖുൽ അസ്ലംതു വജ്ഹിയ ലില്ലാഹി വമനിത്തബഅൻ, ആ പിൻപറ്റിയവരെയും. അപ്പം അവിടെ ഞാൻ എൻ്റെ ഈ വജ്ഹിനെ ഇസ്ലാമാക്കി. അപ്പം അയാളുടെ വജ്ഹിനെ അയാൾ ആ പരിശുദ്ധമാക്കപ്പെട്ട കെലിമയുടെ സാക്ഷിയിലേക്ക് ചേർക്കുമ്പോൾ, ആ വജ്ഹിനെ അതിലേക്ക് തവജ്ജുഹാക്കുമ്പോൾ അയാളുണ്ടാവുന്നതാണ് ഇനി ആ ഇസ്ലാം. അസ്ലം തു, ഞാൻ ഇസ്ലാമാക്കി വജ്ഹിയ, എൻ്റെ മുഖത്തെ, അതായത് എൻ്റെ മുഖം ഞാൻ കീഴ്പ്പെട്ടു കൊടുത്തു എന്ന് പറയുന്നതാണ്. അപ്പം ഇത് ഒരുപാട് വിഷയങ്ങളിലൂടെ നമുക്ക് ഈ കാര്യത്തെ നമുക്ക് മനസ്സിലാക്കി തരാണ്ട്. കാരണം ബഹുമാനപ്പെട്ട അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു സുൽത്താനുൽ ആരിഫീൻ അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു ഒരിക്കൽ പറയുകയുണ്ടായി, രാവിലെ മുതൽ ഞാൻ ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ബിസ്താമി റളിയല്ലാഹു പറയാണ്, എന്ത് ഒന്ന് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഒന്ന് പറഞ്ഞു കിട്ടാൻ വേണ്ടി ഞാൻ കുറേ കഷ്ടപ്പെട്ടു രാവിലെ മുതൽ. മാ ഖദർതു അലൈഹി, എനിക്കത് ചെയ്യാൻ കഴിയണില്ല. അപ്പം ഇബ്നു ബിസ്താമി റളിയല്ലാഹുവിനോട് ചോദിച്ചു, എന്താ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് നിങ്ങൾക്ക് പറയാൻ അത്ര കഴിയായ്മ, എന്താണ് അതിൻ്റെ പ്രശ്നം എന്ന് ചോദിച്ചു. അപ്പം ഞാൻ ആ കെലിമ പറയാൻ ശ്രമിച്ചപ്പം കുൽത്തുഹ ഫി സ്വബായ, അപ്പം അത് ഞാൻ പറയാൻ ശ്രമിച്ചപ്പം അതിൻ്റേതായ ഒരു ഏകാന്തതൻ്റെ അവസ്ഥ എന്നിലേക്ക്, ആ കെലിമൻ്റെ അതിഭീകരമായ അവസ്ഥ എന്നിലേക്ക് വരികയാണ്. അപ്പം അത് എനിക്ക് പറയാൻ കഴിയണില്ല. കാരണം അതങ്ങനെ പറയാൻ കഴിയുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ഷഹിദല്ലാഹു അന്നഹു ലാ ഇലാഹ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയണമെങ്കിൽ ആ അഷ്ഹദു ആകുന്ന ആളെന്താവണം? ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്ന് പറയുമ്പോൾ ഇത് അള്ളാഹുവാണ് സാക്ഷ്യം വഹിച്ചിട്ടില്ല. ഈ വിഷയത്തിന് ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന് സാക്ഷ്യം വഹിച്ചിട്ടില്ല അള്ളാഹുവാണ്. അപ്പോൾ അഷ്ഹദു എന്ന് പറയണമെങ്കിൽ ഈ പറയുന്ന ആൾ എവിടെ എത്തേണ്ടി വരും?
അപ്പം അങ്ങനല്ലാതെ പറയാൻ കഴിയൂല എന്നുള്ളതുകൊണ്ട് അബൂ യസീദ് ബിസ്താമി റളിയല്ലാഹു അൻഹു മഹാനവറുകൾ പറയാണ്, എനിക്ക് അത് സാക്ഷ്യം വഹിക്കാൻ കഴിയാത്ത അവസ്ഥയിലായി. അപ്പം ഇങ്ങനെ ഒരുപാട് മഹാന്മാർ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാൻ ബുദ്ധിമുട്ടിയ ഒരുപാട്, അതിൻ്റെ പൊരുളുകൾ അറിഞ്ഞപ്പോൾ ഒരുപാട് ആൾക്കാർ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. പിന്നെ ബഹുമാനപ്പെട്ട മുഹമ്മദ് ബിൻ അബ്ദുല്ലാ റളിയല്ലാഹു പറഞ്ഞു, ബഹുമാനപ്പെട്ട അബൂബക്കർ ശിബ്രി റളിയല്ലാഹു അൻഹു പറയുന്നതായിട്ട് ഞാൻ കേട്ടു, മാ ഖുൽതു അല്ലാ ഇല്ലാ ഇസ്തഗ്ഫർതു മിൻ ദാലിക, ഞാൻ ഈ വിഷയം പറയുമ്പോൾ ഞാൻ അള്ളാഹുവിൽ നിന്ന് ഇസ്തിഗ്ഫാർ ചെയ്തിട്ടല്ല, അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്തിട്ടല്ലാതെ ഞാനിത് പറയില്ല. കാരണം ഫമൻ ഷഹീദ്, കാരണം അന്നല്ലാഹു തആല യഖൂൽ, അള്ളാഹു ആണ് പറയുന്നത്, ഷഹീദ് അല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലാ ഹുവ, അല്ലാഹു അല്ലാതെ ഇലാഹില്ല എന്ന് അള്ളാഹു സാക്ഷ്യം വെച്ചു. ഫമൻ ഷഹീദ ബിദാലിക ലഹു മിനൽ അക്വാനി ഇല്ലാ അൻ അംനി. അപ്പം ഈ അവസ്ഥയിലേക്ക് ഒരാൾ ചെന്ന് ചേരണമെന്നുണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടുള്ള, അതിൻ്റെ പൊരുളുകൾ മനസ്സിലാക്കാതെ ആ വിഷയം ഒരാൾക്ക് പറയാൻ കഴിയില്ല എന്ന്. അശ്ഹദു എന്ന് പറയുമ്പോൾ ഒരുപാട് അതിൻ്റെ പിന്നിലുള്ള പൊരുളുകൾ ഒരുപാട്, അവ്വലുമാ നഹ്ലു മിൻ ഹഖായിഖിൽ ബനൈ ഫനൗ അൻ കുല്ലി ഷൈഇൻ. അപ്പം ബഖായിൻ്റെ യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് എന്തെങ്കിലും നമുക്ക് കിട്ടുന്ന ആ ഒരു കിട്ടുന്ന അവസ്ഥയിൽ നമ്മൾ എന്ത് ചെയ്യും, ബാക്കി എല്ലാറ്റിൽ നിന്നും അള്ളാഹുവിൽ ഫനാവും. അപ്പം ലാ യസിലു ഇല ഷഹാദത്തി ലില്ലാഹി തആല, അള്ളാഹുവിൻ്റെ ആ ഷഹാദത്തിലേക്ക് എത്തിച്ചേരുകയില്ല ബിമാ ഷഹിദ ലി നഫ്സിഹി, അവൻ്റെ നഫ്സിന് ഷാഹിദായിട്ടല്ലാതെ ഒരാൾക്കും ആ ഷഹാദത്തിലേക്ക് ചേരാൻ കഴിയുകയില്ല എന്നാണ് മഹാന്മാർ പറഞ്ഞത്. അപ്പം ഇബ്നു മൻസൂർ റളിയല്ലാഹു അൻഹുവിനോട് ഒരാൾ ചോദിച്ചു, ഈ ബാങ്കിൽ നിങ്ങൾ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാറുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം മൂപ്പര് പറഞ്ഞു, അതേ പറയാറുണ്ട്. അപ്പം എങ്ങനെയാണ് ഈ അതേപോലെ ഈ തശഹുദിൽ നിങ്ങൾ എങ്ങനെയാണ് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്ന് പറയാം, അള്ളാഹു അല്ലാതെ ഇലാഹില്ല എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്ന് പറയാം, അതല്ലാതെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഞാൻ സാക്ഷിയാകുന്നു എന്ന് എങ്ങനെയാണ് പറയുക? അപ്പം കാരണം ഇതിൻ്റെ സാക്ഷിത്വത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിട്ടില്ലല്ലോ. ഈ സാക്ഷിത്വത്തിലേക്ക് എത്തിച്ചേരാതെ ഇതെങ്ങനെയാണ് പറയാ എന്ന് ഇവരൊക്കെ ആലോചിച്ച് ബുദ്ധിമുട്ടിയ ഒരു വിഷയമാണ് നമ്മളത് പറയുന്നത്. അതുപോലെ ഒരുപാട് മഹാന്മാർ ഈ വിഷയകമായിട്ട് ഒരുപാട് അതിൻ്റെ പൊരുളുകളും അതിൻ്റെ യാഥാർത്ഥ്യങ്ങളും പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പം നമ്മൾ ഈ പരിശുദ്ധമാക്കപ്പെട്ട ഈ മാർഗം, ആ ഷഹിദല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ മലായികത്തു വലുൽ ഇൽമി ഖായിമൻ ബിൽ ഖിസ്ത് ലാ ഇലാഹ ഇല്ലാ ഹുവൽ അസീസുൽ ഹകീം ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, ആ ദീനാകുന്ന മാർഗമാണ് ഇസ്ലാം എന്ന മാർഗമാണ്. അതാണ് നമ്മൾ സുൽത്താനിയത്ത് എന്നതും. പിന്നെന്തിനാന്ന ഇസ്ലാം എന്ന് ഉപയോഗിച്ചാൽ പോരെ? കാരണം പക്ഷേ ഇവിടെയുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇസ്ലാം എന്ന് ഉപയോഗിച്ചാലും അല്ലെങ്കിൽ ദീൻ എന്ന് ഉപയോഗിച്ചാലും മതി. പക്ഷേ അതൊക്കെ പലതരത്തിലുള്ള വിശ്വാസപരമായ കാര്യങ്ങളുടെ പേരിൽ ഉപയോഗിക്കപ്പെട്ടതുകൊണ്ട് അത് പിന്നെ അതിൻ്റെ ജ്ഞാനപരവും അവസ്ഥാപരവുമായ, അതായത് മർത്തബകൾ, സ്ഥാനപദവികളെക്കുറിച്ചുള്ള വിഷയങ്ങളിലേക്ക് അത് കയറാതെയും അതിൻ്റെ ഏറ്റവും താഴെ തട്ടിലുള്ള താഴെ തട്ടിലുള്ള ഘട്ടത്തിൽ തന്നെ ഇസ്ലാം എന്നുള്ള പദം ഇങ്ങനെ വ്യവഹരിക്കപ്പെട്ടും അത് ചർച്ച ചെയ്യപ്പെട്ടും പോരുന്നത് കൊണ്ട് അതിനെ പിന്നെ കൃത്യമായി അടയാളപ്പെടുത്തിക്കൊണ്ട് പറയണമെങ്കിൽ സുൽത്താനിയത്ത് കൊണ്ട് തന്നെ പറയാൻ കഴിയുള്ളൂ. കാരണം അത് എന്തുകൊണ്ട് എന്ന് വെച്ചാൽ സാധാരണക്കാരായ ഉലമാക്കൾക്കോ സാധാരണക്കാരായ ഇതിൻ്റെ ഇസ്ലാമിൻ്റെ പേരിൽ ഭരണം നടത്തുന്ന ആളുകളോ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമല്ല ഈ രഹസ്യം എന്നും വേർപ്പെടുത്തിയും വ്യത്യസ്തപ്പെടുത്തിയും എല്ലാറ്റിൽ നിന്നും മാറ്റി നിർത്തിയും പറയണമെങ്കിൽ അതിനുപയോഗിക്കാവുന്ന ഏറ്റവും വലിയ, ഏറ്റവും ഉത്കൃഷ്ടമായ, അതിൻ്റെ ഏറ്റവും അത്യുന്നതമായ അവസ്ഥകളെ പ്രതിനിധിക്കുന്ന ഒരു പദമാണ് ബഹുമാനപ്പെട്ട ഈ സുൽത്താൻ എന്നതുകൊണ്ട് നമുക്ക് ഉദ്ദേശിക്കുന്നത്. അപ്പം ആ സുൽത്താൻ എന്നുള്ള പദത്തിൽ നമുക്ക് ഒരുപാട് രഹസ്യങ്ങളെ അതിൻ്റെ പൊരുളുകളിൽ തന്നെ കാണാൻ സാധിക്കും. അതിലേക്ക് നമ്മൾ കടന്നു പോകുന്നതിൻ്റെ മുമ്പ് നമുക്ക് എന്താണ് ഈ വിഷയം, നമ്മൾ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ് ഈ ഷഹാദത്ത് എന്ന് പറയുന്നതാണ് ഈ സുൽത്താനിയത്ത് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പം ഇത് സാധാരണഗതിയിലുള്ള മതവിശ്വാസവുമായി ബന്ധപ്പെട്ടോ ചർച്ചകളുമായി ബന്ധപ്പെട്ട ഒന്നും നടന്നു വരുന്ന ഒരു കാര്യവുമല്ല. അതിൻ്റെ പിന്നിലുള്ള രഹസ്യങ്ങളിലേക്ക് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ. അപ്പം ഈ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിൻ്റെ സാക്ഷിത്വവും
ഷഹാദത്തും മുഹമ്മദ് റസൂലുള്ളാഹി എന്നുള്ളതിൻ്റെ സാക്ഷിത്വം. ഇതിനെക്കുറിച്ചും ഖുർആൻ വളരെ സവിസ്തരം പ്രതിപാദിക്കുന്നുണ്ട്. കാരണം അള്ളാഹു ഏത് സമയത്താണ് അള്ളാഹു ആ സാക്ഷിത്വം നൽകിയത് എന്ന് വിശദീകരിച്ചുകൊണ്ട് സൂറത്തുൽ ആറാഫിൽ 172 ആയത്ത് വഇദാ അഖദ റബ്ബുക മിൻ ബനി ആദമ മിൻ ളുഹൂരിഹിം ദുർരിയ്യതഹും വഅശ്ഹദഹും അലാ അൻഫുസിഹിം അലസ്തു ബിറബ്ബിക്കും ഖാലൂ ബലാ ഷഹീദിന എന്ന് അള്ളാഹു വിശദീകരിച്ചു. ആദം സന്തതികളുടെ മുഴുവൻ പിന്നെ ആത്മാക്കളെയും അള്ളാഹു ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് അവർ വരാൻ പോകുന്ന മുഴുവൻ ആത്മാക്കളെയും ഒരുമിച്ച് കൂട്ടി ആദം നബി അലൈഹി ഇസ്ലാമിനെ സൃഷ്ടിച്ച സന്ദർഭത്തിൽ അള്ളാഹു ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് വഅശ്ഹദഹും അലാ അൻഫുസിഹിം അവരുടെ നഫ്സുകളുടെ മേൽ അള്ളാഹു അവരെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് അള്ളാഹു പറഞ്ഞു അലസ്തു ബി റബ്ബിക്കും ഞാൻ നിങ്ങളുടെ റബ്ബല്ലയോ? ഖാലു അവർ പറഞ്ഞു ബല അതേ എന്ന് മാത്രമല്ല ഷഹീദിന ഞങ്ങളിതാ സാക്ഷ്യം വഹിച്ചിരിക്കുന്നു. അപ്പം ആ സാക്ഷ്യം വഹിച്ചിരിക്കുന്നു എന്നുള്ള അർത്ഥത്തിലും അത് ആദ്യത്തിലും അള്ളാഹു ഉപയോഗിച്ചു. അതിലൂടെയാണ് ആ സുൽത്താനിയത്തിൻ്റെ മാർഗം മറ്റു മാർഗങ്ങളിൽ നിന്ന് വ്യതിരിക്തമാവുന്നത് എന്ന്. കാരണം അള്ളാഹുവുമായിട്ട് അവിടെ ചെന്ന കരാറിനെ അത് ആത്മാവാണ് ആ കരാർ സ്വീകരിച്ചത്. അത് ആത്മാവ് അതേ അവസ്ഥകളിൽ ഈ ലോകത്ത് കൊണ്ടുപോകണമെങ്കിൽ ആ സുൽത്താനിയത്താകുന്ന ഒരു ഷെയ്ഖിൻ്റെയും ഒരു മുറബ്ബിയുടെയും മാർഗത്തിലൂടെ അല്ലാതെ അത് ഇവിടുന്ന് പൂർത്തീകരിക്കാൻ കഴിയുകയില്ല എന്നുള്ളതാണ് നമ്മൾ ആത്യന്തികമായി അതിൻ്റെ തുടക്കം. പക്ഷേ ആ ഷഹാദത്ത് ഒരു തുടക്കം മാത്രമാണ്. അത് അതിൻ്റെ ജ്ഞാനങ്ങളിലും ഉലുല്ലിൽമി ഖായിമുൻ ബിൽ ഖിസ്ത് ആ ഉലുല്ലിൽമിലൂടെയാണ് അതിൻ്റെ അറിവിൻ്റെ ആ സാക്ഷിത്വത്തിൻ്റെ അറിവിനെക്കുറിച്ചുള്ള അറിവിൻ്റെ മാരിഫത്ത് നൽകപ്പെടുന്നത്. അപ്പം അതുപോലെ തന്നെ ഖുർആൻ നമുക്കറിയാം മറ്റൊരു സ്ഥലത്ത് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്നതിനെ വിശദീകരിച്ചുകൊണ്ട് ആൽ ഇമ്രാനിൽ 81 സൂക്തത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു വഇദാ ഖദല്ലാഹു മീസാഖൻ നബിയ്യിന ലമാ ആതൈതുകും മിൻ കിതാബിൻ വഹിക്മ സുമ്മ ജാഅകും റസൂലുൻ മുസദ്ദിഖുൻ ലിമാ മഅകും ലതുഅ്മിനുന്ന ബിഹി വലതൻസുറുന്ന ഖാല അഖറർതും അലാ ദാലികും മിസ്രി ഖാലു അഖറർനാ ഖാല ഫശ്ഹദു വഅന മഅകും മിനശ് ശാഹിദീൻ. അപ്പം അവിടെയും അള്ളാഹു ആണ് സാക്ഷ്യം വഹിക്കുന്നത്. ഏത് അമ്പിയാക്കന്മാർ മുഴുവൻ മുഹമ്മദ് റസൂലുള്ളാഹി എന്നുള്ള ആ കെലിമക്ക് സാക്ഷ്യം വഹിക്കേണ്ട കാര്യം പറഞ്ഞിട്ട് ഒരു കരാർ വിശ്വസിച്ചാൽ പോരാ, അല്ല തുഅ്മിനുന്ന ബിഹി വിശ്വസിച്ചാൽ പോരാ, വല തൻസുറുന്നഹു ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമനെ സഹായിച്ചാലും പോരാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമനെ വിശ്വസിച്ചാലും പോരാ, കരാർ ചെയ്യണം. ഖാലു അക്റാണ്. അപ്പോൾ ഒരു പറഞ്ഞു ഞങ്ങൾ കരാർ ചെയ്തു പോരാ, പല ഫഷ്ഹദു നിങ്ങൾ സാക്ഷ്യം വഹിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ ഫഷ്ഹദു വാനമാക്കും ഞാനും സാക്ഷ്യം വഹിച്ചോളാം. അപ്പം മുഹമ്മദ് റസൂലുള്ളാഹിൻ്റെ കാര്യത്തിൽ പോലും ആ മുഹമ്മദ് റസൂലുള്ളാഹിൻ്റെ വിഷയത്തിൽ പോലും അതിൽ സാക്ഷ്യം വഹിക്കുന്നത് അള്ളാഹുവാണ്. അപ്പം അള്ളാഹുവിൻ്റെ ഈ രണ്ട് സാക്ഷിത്വത്തിൻ്റെയും ഘട്ടത്തിൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ സാക്ഷിത്വത്തിൻ്റെ ഘട്ടത്തിലും അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹിയുടെ സാക്ഷിത്വത്തിൻ്റെ ഘട്ടത്തിലും അവിടെയൊക്കെ അള്ളാഹു ഞാനാണ് സാക്ഷ്യം വഹിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ സാക്ഷ്യം വഹിക്കുക എന്ന് പറയുന്നത് രണ്ട് കെലിമയുടെ കാര്യത്തിലായാലും രണ്ട് കെലിമയുടെ കാര്യത്തിലായാലും അത് അള്ളാഹുവിനെ കൊണ്ടല്ല സാധ്യമല്ല. അപ്പം അള്ളാഹു അത് ആ അവസ്ഥയിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന അള്ളാഹുവിൻ്റെ ആ അവസ്ഥകൾക്ക് അള്ളാഹു തന്നെ അള്ളാഹുവിൻ്റെ പൊരുളിനെ അള്ളാഹു ഉദ്ദേശിച്ചൊരു പേരാണ് സുൽത്താൻ. അതുകൊണ്ടാണ് ഖുർആൻ ഒരു സൂറത്തു അർ-റഹ്മാനിൽ ആ വിഷയം വിശദീകരിച്ചുകൊണ്ട് അള്ളാഹു സൂറത്തു അർ-റഹ്മാൻ വിശദീകരണത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അതിൽ ആ മജ്മഅൽ ആ രണ്ട് ബഹറുകൾ അതായത് യാഥാർത്ഥ്യ ഹക്കീക്കത്തിൻ്റെയും ശരീഅത്തിൻ്റെയും ആകുന്ന പൊരുളുകളുടെ ആ ഹക്കായിക്കുകൾ സമ്മേളിക്കുന്ന ആ ബഹറിൻ്റെ സ്ഥാനത്തെ അള്ളാഹു വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞിട്ട് അള്ളാഹു പറഞ്ഞു യാ മാശറൽ ജിന്നി വൽ ഇൻസി ഇനിസ്തതഅതും അൻ തൻഫുദൂ മിൻ അഖ്താരിസ് സമാവാതി വൽ അർദ് ഫൻഫുദൂ ലാ തൻഫുദൂന ഇല്ലാ ബിസുൽത്താൻ. അപ്പം ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ എന്നല്ലാഹു അതിനെ തുറച്ചു പറഞ്ഞു. അപ്പം മനുഷ്യ ജിന്ന് സമൂഹമേ യാ മാശറൽ ജിന്നി വൽ ഇൻസ് ഇനിസ്തതഅതും അൻ തൻഫുദൂ മിൻ അഖ്താരിസ് സമാവാതി വൽ അർദ് ആകാശഭൂമികളുടെ പരിധികൾ ആ അതിർത്തികൾ വിട്ട് നിങ്ങൾക്ക് പോകാൻ കഴിയുമെങ്കിൽ നിങ്ങളൊന്ന് പോയി കാണിച്ചു തരും. അള്ളാഹു ഒരു വെല്ലുവിളി രൂപത്തിലാണ്. ആ വെല്ലുവിളി രൂപത്തിലാണ് മിൻ അഖ്താരിസ് സമാവാതി വൽ അർദി ഫൻഫുദൂ എന്നാ നിങ്ങളൊന്ന് കടന്നു പോയി കാണിച്ചു തരും. ലാ തൻഫുദൂന ഇല്ലാ ബിസുൽത്താൻ ഒരു സുൽത്താനെ കൊണ്ടല്ലാതെ നിങ്ങൾക്ക് കടന്നു പോകാൻ കഴിയുകയില്ല. അപ്പം ആ ഒരു പരിധികൾ ആകാശഭൂമികളുടെ എന്ന് പറഞ്ഞാൽ പഞ്ചഭൂതങ്ങളുടെയോ അല്ലെങ്കിൽ നമ്മൾ ഈ വധിക്കുന്ന ലോകത്തിൻ്റെതായ പരിധികൾ വിട്ട് അള്ളാഹുവിൻ്റെതായ യാഥാർത്ഥ്യത്തിലേക്കും അവസ്ഥകളിലേക്കും നമുക്ക് സഞ്ചരിക്കണമെന്നുണ്ടെങ്കിൽ അത് ഒരു സുൽത്താനെ കൊണ്ടല്ലാതെ സാധിക്കുകയില്ല. ഒരു സുൽത്താനിലൂടെ അല്ലാതെ നമുക്കങ്ങനെ പോകാൻ കഴിയുകയില്ല എന്നാണ് പറഞ്ഞത്.
അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു ആ പേരിൽ നമ്മൾ സുൽത്താനുൽ അംബിയ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമനെ സുൽത്താൻ എന്നുള്ള പദം കൊണ്ട് സാഹിബുസ് സുൽത്താൻ, ഇപ്പം നമ്മൾ ഈ ദലായിലുൽ ഖൈറാത്തിലൊക്കെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് കാണാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമൻ്റെ പേര് ഉപയോഗിക്കുമ്പോൾ സാഹിബുസ് സുൽത്താൻ എന്ന് പറയുന്നത് കാണാം. അതേപോലെ സുൽത്താനുൽ അംബിയ എന്നുപയോഗിക്കുന്ന അമ്പിയാക്കന്മാരുടെ കാരണം അമ്പിയാക്കന്മാരുടെ മുഴുവൻ സുൽത്താനായി മാറുന്നത് എന്തുകൊണ്ടാണ്? ആദം നബി അലൈഹി ഇസ്ലാമിനെയാണ് ആദ്യമായി അള്ളാഹു ആ രഹസ്യങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് സൃഷ്ടിക്കപ്പെട്ടത്. ആ ഖലീഫയാകുന്ന അള്ളാഹുവിൻ്റെ ഖലീഫനെ സൃഷ്ടിക്കപ്പെട്ടു. ഇനി ജായിലും ഫിൽ അർളി ഖലീഫ, ഞാൻ ഭൂമിയിൽ ഇതാ ഒരു ഖലീഫനെ നിയോഗിക്കാം. അപ്പോൾ ഈ ഖലീഫ എന്നുള്ളതും സുൽത്താൻ എന്നുള്ളതും ചിലപ്പോൾ എന്താ ചെയ്യും, നമ്മൾ നോക്കുമ്പോൾ ഒരേ അർത്ഥത്തിലാണ് പോയെടുക്കുക. അപ്പോൾ ഖലീഫ എന്ന് പറഞ്ഞാലും ഈ ഭരണാധികാരി എന്നുള്ള അർത്ഥത്തിലാണ്, സുൽത്താൻ എന്ന് പറഞ്ഞാലും ഒരേ. അപ്പം ഈ ഇവിടെ ഏൽപ്പിക്കപ്പെട്ട ഖലീഫ ഉണ്ടല്ലോ, ഇപ്പോൾ ഈ പ്രതിനിധി എന്നുള്ള അർത്ഥത്തിൽ ഈ ഖലീഫനെയാണ് ഇപ്പോൾ നമ്മൾ ഖലീഫ എന്നുള്ളത് സുൽത്താൻ എന്നുള്ളത് ഇപ്പോൾ ഒരേ അർത്ഥമായി. പക്ഷേ ഈ ഖലീഫ ആദ്യമായിട്ട് സൃഷ്ടിക്കപ്പെട്ട അവസ്ഥയിൽ ആരമേലാണ് ഖലീഫ? ആരമേലിന് അധികാര? ഒരു വല്ല രാജാവാണ്. രാജാവ് എന്നുള്ള അർത്ഥത്തിലല്ല. അപ്പം അള്ളാഹുവിൻ്റെ മുഴുവൻ ഇസ്മുകളുടെയും പ്രത്യക്ഷീകരണമായ അതിനെ പ്രത്യക്ഷപ്പെടുത്താനുള്ള ഒരു മദ്ഹറായും കൊണ്ടാണ് അള്ളാഹു ആ ബഹുമാനപ്പെട്ട ആദം നബി അലൈഹി സ്വലാമിനെ അള്ളാഹു സൃഷ്ടിക്കുന്നത്. അതുകൊണ്ടാണ് ഇന്നി ജായിലും ഫിൽ അർളി ഖലീഫ ഖാലു വതജാലു ഫീഹാ മൻ യുഫ്സിദു ഫീഹാ വയസ്ഫികു ദിമാ. അപ്പം മലക്കുകളും ചോദ്യം ചെയ്തു. അതേപോലെ മറ്റൊരു ഭാഗത്തുനിന്ന് അന്നത്തെ ഏറ്റവും വലിയ ഉസ്താദുൽ അസാത്തീദായിരുന്ന ബഹുമാനപ്പെട്ട അസാസിൽ അല്ലെങ്കിൽ ലാനത്തുല്ലാഹി അലൈഹി അങ്ങനെയൊക്കെ പറയും. അപ്പം മൂപ്പരും അവിടെ ഇതിനെതിർത്തു ഈ വിഷയത്തെ, അള്ളാഹു ആ ജാഹിലും ഫിൽ അർളി ഖലീഫ എന്നുള്ള വിഷയത്തെ. അപ്പം അതൊരു ഭരണാധികാരിയെ നിശ്ചയിക്കല്ല, അള്ളാഹുവിൻ്റെ പൊരുളുകളെ ആ രഹസ്യങ്ങളെ മുഴുവൻ ഒരു വിഷയത്തിലേക്ക് നിശ്ചയിപ്പിക്കുക. അതിനെക്കുറിച്ചാണ് ഖുർആൻ വഅല്ലമ ആദമൽ അസ്മാ കുല്ലഹ. അങ്ങനെ ആളെ അള്ളാഹു മൊത്തത്തിലുള്ള ജനങ്ങളെ മുഴുവൻ മുമ്പിലൊന്ന് വെളിവാക്കിയിട്ട് ഞാൻ ഏൽപ്പിക്കുന്ന ആൾ ഇത് യോഗ്യനല്ലേ എന്ന് അള്ളാഹു തെളിയിച്ചങ്ങനെ വഅല്ലമ ആദമൽ അസ്മാ കുല്ലഹ, മുഴുവൻ അള്ളാഹുവിൻ്റെ ഇസ്മുകളും ആ ആദം അലൈഹി ഇസ്ലാമിൽ പഠിപ്പിച്ചു എന്നാണ്. വഅല്ലമ ആദമൽ അസ്മാ കുല്ലഹ സുമ്മ അറളഹും അലൽ മലായിക, പിന്നെ മലക്കുകളുടെ മുമ്പിൽ പോലെ കൊണ്ടുവന്നു. അംബിഊനി ബി അസ്മായി ഹൗലാഇ ഇൻ കുന്തും സാദിഖീൻ. നിങ്ങൾ പറഞ്ഞത് ശരിയാണെങ്കിൽ, നിങ്ങൾ ആദ്യം ചോദ്യം ചെയ്തിനല്ലോ, നിങ്ങളത് ശരിയാണെങ്കിൽ നിങ്ങൾ ഇത് കൊണ്ടുവരിയെന്ന് പറയണം. നിങ്ങൾ ഈ അസ്മോൾ നിങ്ങൾക്ക് അറിയാം. അതുകൊണ്ടാണ് അവിടെ മലക്കുകൾ പോലും കീഴടങ്ങി അള്ളാഹുവിൻ്റെ ആ രഹസ്യത്തെ സംഭവിച്ചു. അപ്പം അള്ളാഹുവിൻ്റെ സകല ഇസ്മുകളുടെയും രഹസ്യങ്ങളെ നിക്ഷേപിക്കപ്പെട്ട ഒരു തടിയായിരുന്നു ബഹുമാനപ്പെട്ട ആദം നബി അലൈഹി ഇസ്ലാം. ഈ ആദം നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണ്? കുന്തു നബിയൻ വാദമു ബൈനൽ മാഇ വത്തീൻ, ഞാൻ നബിയായിരുന്നു. വാദമു ബൈനൽ മാഇ വത്തീൻ, ആദമും മണ്ണിനും വെള്ളത്തിനും ഇടയാകുന്ന സമയത്തെ ഞാൻ നബിയാണ്. അപ്പം അതാണ് സുൽത്താനുൽ അംബിയ എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എല്ലാ അമ്പിയാക്കന്മാരുടെ പൊരുളുകളും സംഗമിക്കുന്നത് ബഹുമാനപ്പെട്ട മുഹമ്മദ് റസൂലുള്ളാഹി എന്നുള്ള യാഥാർത്ഥ്യത്തിലാണ്. അപ്പം ആ യാഥാർത്ഥ്യത്തെയാണ് ഈ പരിശുദ്ധമാക്കപ്പെട്ട ഈ വിഷയം നമ്മൾ ഉദ്ദേശിക്കുന്ന ഈ സുൽത്താനിയത്ത് എന്നുള്ള വിഷയം ഉദ്ദേശിക്കുന്നത്. ഈ ഖലീഫയുടെ മാർഗത്തിൻ്റെ ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് ആ ഖലീഫയുടെ അതത് കാലഘട്ടത്തിൽ, ഓരോ കാലഘട്ടത്തിലൂടെയും ഈ ഖലീഫമാർ കടന്നു പോകുമ്പോൾ, ആ ആദമുകൾ കടന്നു പോകുമ്പോൾ അതിനെ തിരിച്ചറിയുക എന്നുള്ളതാണ് ഏറ്റവും വലിയ വെല്ലുവിളി. ഓരോ കാലഘട്ടത്തിലും അള്ളാഹുവിൻ്റെ ആ ഖലീഫമാർ ലോകത്ത് കടന്നു പോയപ്പോൾ അത് ഓരോ സ്റ്റേജുകളിൽ നിന്ന് അടുത്ത സ്റ്റേജുകളിലേക്ക് കടന്നു പോകുമ്പം നിഷേധിക്കപ്പെടുക എന്നുള്ള അവസ്ഥ നേരത്തെ മലക്കുകൾ ചോദ്യം ചെയ്ത പോലെയുള്ള അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അതേപോലെ ഇബ്ലീസ് ചോദ്യം ചെയ്യുന്നതുപോലെ അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ അതത് കാലഘട്ടത്തിലുള്ള ഉസ്താദുൽ അസാത്തീദുമാരും അതുപോലെ ഏറ്റവും അള്ളാഹ് പറയുന്നത് മാത്രമേ ഞാൻ കേൾക്കുള്ളൂ, അപ്പുറം ഞാൻ വേറൊന്നും കേൾക്കൂല എന്ന് പറയുന്ന ബഹുമാനപ്പെട്ട മലായിക്കത്ത് അലൈഹിമുസ്സലാത്തു വസ്സലാം അവരെ പോലത്തെ ആളുകളും ആ സമയത്ത് ഇത് ചോദ്യം ചെയ്തിട്ടുണ്ട്. അപ്പം ആ അവസ്ഥ വലൻ തജിദലി സുന്നത്തില്ലാഹി തബ്ദീല വലൻ തജിദലി സുന്നത്തില്ലാഹി തഹ്വീല. അള്ളാഹുവിൻ്റെ ആ ചര്യക്ക്, അള്ളാഹ് അന്ന് കാണിച്ച ചര്യക്ക് ഒരു കാലത്തും മാറ്റില്ല. എല്ലാ കാലഘട്ടത്തിലൂടെയും ഈ ചര്യ അള്ളാഹുവിൻ്റെ ഖിലാഫത്ത് ഇന്നി ജായിലും ഫിൽ അർളി ഖലീഫ, ഖലീഫനെങ്ങനെ നിയോഗിച്ചു കൊണ്ടിരിക്കുക എന്നും ആ ഖലീഫനെങ്ങനെ
ആ എതിർക്കപ്പെടുക എന്നുള്ള ഒരു ഉത്തരവാദിത്വവും ഇതും അള്ളാഹുവിൻ്റെ സുന്നത്തുകളിൽപ്പെട്ടതാണ്. അള്ളാഹുവിൻ്റെ മാറ്റപ്പെടാത്ത ആ നിരന്തരം നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സുന്നത്തുകളിൽപ്പെട്ടതാണ്. അപ്പം ആ ഖലീഫകൾ അതത് കാലഘട്ടത്തിലൂടെ പോകുന്ന ഖലീഫകളുടെ മാർഗം എന്നുള്ളതാണ് ഈ സുൽത്താനിയത്തിൻ്റെ ഒരു ഏറ്റവും വലിയ രഹസ്യം. അത് ഒരു പക്ഷേ ഓരോ കാലഘട്ടത്തിലുമുള്ള ഖലീഫനെ നമുക്ക് എങ്ങനെ അറിയും? അള്ളാഹുവിൻ്റെ തീരുമാനം എവിടെയാണെന്നറിയും. അള്ളാഹു എന്താണ് ആ വിഷയത്തിൽ തീരുമാനിച്ചിട്ടുള്ളത് എങ്ങനെ അറിയും? അപ്പം അത് ഈ പരിധികളൊക്കെ, ഈ അതിർത്തികളൊക്കെ ലംഘിച്ച് അള്ളാഹുവിൽ നിന്ന് ആ അറിവ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഫംഫുദു, ഇവിടെ ഒന്ന് പോയി കാണിച്ചേരി, ലാ തംഫുദൂന ഇല്ലാ ബി സുൽത്താൻ, ഒരു സുൽത്താനെ കൊണ്ടല്ലാതെ അപ്പം ആ സുൽത്താനിലൂടെ മാത്രമേ ഈ അതത് കാലഘട്ടത്തിൽ പോകുന്ന ഈ അറിവ്, ഈ വിഷയത്തിൻ്റെ, ഈ രഹസ്യത്തിൻ്റെ കാര്യം മനസ്സിലാക്കാറുണ്ട്. കാരണം ഖുർആൻ എടുത്ത് തോന്നി കഴിഞ്ഞാൽ ഈ കാലഘട്ടത്തിൽ ആരാണ് അല്ലെങ്കിൽ കഴിഞ്ഞ കാലഘട്ടത്തിൽ ആരാണ് ഈ ഖിലാഫത്തിൻ്റെ, അള്ളാഹുവിൻ്റെ ഖലീഫ എന്നുള്ള വിഷയം അത് നമുക്ക് അതിലറിയാൻ കഴിയില്ലല്ലോ. അതൊരിക്കലും ആ ഖുർആനിൽ അതത് കാലഘട്ടത്തിലെ ആളുകളെ എത്തിച്ചേരാനുള്ള മാർഗത്തിലേക്ക് മുഴുവൻ പ്രവാചകന്മാരുടെയും ചരിത്ര കഥനങ്ങളിലൂടെ, കാരണം ഖുർആൻ്റെ 2 ഭാഗവും ഈ ചരിത്ര കഥനമാണ്. ഓരോ ഖലീഫമാരെ ഓരോ കാലഘട്ടത്തിൽ വന്നതും അവരെ ജനങ്ങൾ അംഗീകരിക്കാതെ പോയതും ഈ ആദം നബി അലൈഹി ഇസ്ലാമിൻ്റെ കഥയുടെ അതിൻ്റെ ഓരോ കാലഘട്ടത്തിലുണ്ടായ ഡെവലപ്മെൻറ്റ്സ് ആണ് ഖുർആൻ്റെ 2 ഭാഗം. ഇത് ഖുർആൻ്റെ ചരിത്രത. പക്ഷേ ഇത് പിൽക്കാലഘട്ടത്തിലുള്ള അവസ്ഥ എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ അവസാനത്തെ നബിയാണ്. കാനത്ത് ബനൂ ഇസ്രായീല തസൂസുൽ അംബിയ വന ആഖിറു നബിയിൻ വലാ നബിയ ബാദി വസയകൂനു ഖുലഫ. ഇനി ഇവിടുന്ന് ഉണ്ടാവുകയാണ് എൻ്റെ ഖലീഫമാരാണ്. അതായത് ആ സുൽത്താനുൽ അംബിയ എന്നുള്ള അവസ്ഥ ഞാൻ വന്നതോടുകൂടി ഇനി അതിൻ്റെ ഖലീഫമാരാണ് ഉണ്ടാകുന്നത്. ആ ഖലീഫമാർ ഫയക്സുറൂൻ, അവർ വളരെയധികം ഉണ്ടാവുകയും ചെയ്യുന്നു. അപ്പം ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ വരുന്ന സുൽത്താനിയത്തിൻ്റെ വിഷയങ്ങൾ എങ്ങനെ അതത് കാലഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നു, അതത് കാലഘട്ടത്തിലൂടെ എങ്ങനെ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം അതിൻ്റെ ഉലുൽ ഇൽമി, ഈ ഷഹാദത്തിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ജ്ഞാനവും നൽകപ്പെടണം. അപ്പം ആ ജ്ഞാനവും നൽകപ്പെടുക. കാരണം ആദം നബി അലൈഹി ഇസ്ലാമിന് തന്നെ അള്ളാഹു ഇത് ആണ് എന്ന് സാക്ഷ്യപ്പെടുത്തി, വല്ലം ആദമൽ അസ്മാ കുല്ലഹ, മുഴുവൻ അസ്മാകളും ഈ ആദം നബി അലൈഹി ഇസ്ലാമിന് നൽകി. അതുകൊണ്ട് മാത്രമാണ്, അതല്ലാതെ ഈ അള്ളാഹ് ഖലീഫ ആക്കി എന്ന് പറഞ്ഞിട്ടല്ല അതാക്കി. അള്ളാഹ് ഖലീഫയാക്കി എന്ന് പറഞ്ഞത് അള്ളാഹു ആ ഇസ്മുകളും അവസ്ഥകളൊക്കെ നൽകിയത് ജനങ്ങളുടെ മുമ്പിൽ സാക്ഷ്യപ്പെടുത്തിയിട്ടാണ് അള്ളാഹു ആ ഖലീഫനെ ലോകത്തേക്ക് അയച്ചിട്ടുള്ളത്. അപ്പം ഇങ്ങനെയാണ് ഈ കാലഘട്ടങ്ങളിലൂടെ. അപ്പോൾ ഇത് ഒത്തത് കാലഘട്ടങ്ങളിൽ മനസ്സിലാക്കപ്പെടുന്നത് അള്ളാഹുവിൻ്റെ മശായിഖന്മാരുടെ ആ കശ്ഫുകളിലൂടെയാണ്. അതുകൊണ്ടാണ് കശ്ഫിൻ്റെയും മുഷാഹദയുടെയും മുക്കാശഫയുടെയും വഴികളിലൂടെയാണ്, മുറാഖബയുടെയും വഴികളിലൂടെയാണ് അത് കാലഘട്ടത്തിൽ അത് മനുഷ്യർക്ക് തിരിച്ചറിയാനാവും. അപ്പം അതിൻ്റേതായ അതിൻ്റെ ഗ്രന്ഥങ്ങളും അത് അറിയാനുള്ള ഗ്രന്ഥങ്ങളും ഒക്കെ അള്ളാഹു നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. അലിഫ് ലാം മീം ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. അപ്പോൾ അതൊരു കിതാബാണ്. അലിഫ് ലാം മീം, അലിഫും ലാമും മീമും. ദാലിക്കൽ കിതാബ്, ആ കിതാബ്, അലിഫ് ലാം മീം എന്ന ആ കിതാബ്, ലാ റൈബ ഫീഹി, അതിലൊരു സംശയമില്ല, അതിനെക്കുറിച്ചാണ് പറഞ്ഞത്. അല്ലാതെ ഈ കിതാബിൽ എല്ലാവരും സംശയത്തിലാണ്. കാരണം 72,000 പാർട്ടികളാണ്. അപ്പം എല്ലാവരും സംശയത്തിലാണ്. പക്ഷേ ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ, അതിൽ തഖ്വയിലെ മാർഗങ്ങളിലൂടെ പോകുന്ന ആളുകൾക്ക് അതിൽ ഹുദയുണ്ട് എന്ന് പറഞ്ഞു. ഒരുപാട് സ്ഥലത്ത് അതിൻ്റെ അവസ്ഥയെക്കുറിച്ച് അള്ളാഹു വേറെ സ്ഥലത്തും പറഞ്ഞു, അലിഫ് ലാം മീം അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അൽ ഹയ്യുൽ ഖയ്യൂം നസ്സല അലൈക്കൽ കിതാബ്. ആൽ ഇംറാൻ സൂറത്തും അള്ളാഹു തുടങ്ങിയത് അങ്ങനെ. അപ്പം എന്താണ് ഈ അലിഫ് ലാം മീം എന്നതിൻ്റെ വിഷയം? അത് നേരത്തെ നമ്മൾ പറഞ്ഞു, ആ അലിഫിലേക്ക് 2 അലിഫുകൾ കൂടുമ്പോൾ ഒരു ലാമായിത്തീരുന്നതും അതെങ്ങനെ മീമായിത്തീരുന്നതും എന്ന് നമുക്ക് മഹാന്മാരുടെ ഗ്രന്ഥങ്ങളിലൂടെ കാണാൻ പറ്റും. അപ്പം അത് ഈ ബഹുമാനപ്പെട്ട ഇച്ഛമസ്താൻ അവർകൾ എങ്ങനെയാണ് ആ രഹസ്യം, തുടക്കത്തിൽ ആ രഹസ്യത്തെ എങ്ങനെ അള്ളാഹു വെച്ചത് എന്ന് പറയുന്നു. മുന്നമൊരു നുക്താക്ഷരം മുന്നിൽ വെച്ച വെടിയത് മിന്നി മിന്നി കളിച്ചണ്ട പോവാതെ മീമ് മുളച്ചതെടി. അപ്പം മുന്നമേ ഒരു നുക്തക്ഷരം, നമ്മൾ നേരത്തെ പറഞ്ഞ ആ വായിൻ്റെ പുള്ളി, ആ പുള്ളി അത് മുന്നിൽ വെച്ച വെടി, അത് മിന്നി മിന്നി കളിച്ചണ്ട് അത് അലിഫായി ലാമായി
കളിച്ചണ്ടപു ആദമിൽ അങ്ങനെ മീമ് മുളച്ചതെടി, അങ്ങനെയാണ് മീമ് മുളച്ചതെടി എന്ന് ബഹുമാനപ്പെട്ട ഇച്ഛമസ്ഥാൻ അവർകൾ പറയുന്നുണ്ട്. അപ്പം ഇതാണ് ഒരുപാട് കവിതകളിലൂടെ നമുക്ക് ഇതിൻ്റെ രഹസ്യങ്ങൾ കവിതകളിലൂടെ ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പം നമ്മൾ ഈ വിഷയത്തെ നമ്മൾ അവതരിപ്പിച്ചു വന്ന വിഷയം ഈ സുൽത്താനിയ മാർഗം. ഈ സുൽത്താനിയ മാർഗം എന്നതുകൊണ്ട് നമ്മൾ വിവക്ഷിക്കുന്നത് പരിശുദ്ധമാക്കപ്പെട്ട ആ തൗഹീദിൻ്റെ സാക്ഷിത്വത്തിൻ്റെയും അതിൻ്റെ ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്നുള്ള കലിമയുടെ സാക്ഷിത്വത്തിൻ്റെയും അതിൻ്റെ ആ സാക്ഷിത്വത്തെക്കുറിച്ചുള്ള സാക്ഷിത്വത്തിലേക്ക് എത്തിച്ചേരുന്നതിനും അതിൽ മുന്നോട്ട് പോകുന്നതിനുമുള്ള അതിൻ്റെ അറിവും ഓലുൽ മിഖായിമം ബിൽ ഖിസ്ത് എന്ന് പറയപ്പെട്ട അറിവും, ഈ അറിവിലൂടെയുമല്ലാതെ ഈ വിഷയത്തെ നമുക്ക് കരഗതമാക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഈ വിഷയത്തന്നെ നമുക്ക്. അപ്പം ഖുർആൻ്റെ മൊത്തത്തിൽ ഖുർആൻ്റെ ചരിത്രമൊക്കെ ഖുർആൻ കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങളുടെ ഒക്കെ പൊരുളുകൾ ഈ വിഷയത്തിലേക്ക് നമുക്ക് ബന്ധപ്പെടുത്തി അവതരിപ്പിക്കാൻ കഴിയും. ഓരോ വിഷയത്തിലും നമ്മൾ അതിൻ്റെ ഏറ്റവും വലിയ പൊരുൾ അള്ളാഹു അടക്കിയ ഒരു വിഷയമാണ് ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദ്ർ. അള്ളാഹു ആ ഖുർആനിനെ ഇറക്കി ഫീ ലൈലത്തിൽ ഖദ്ർ, ഖദ്റിൻ്റെ ലൈലത്തിൽ. അപ്പം ആ ഖദ്റും എന്ത് ലൈലത്തും എന്ത്, ഈ രണ്ടും സംഗമിക്കുന്ന ഒരു വിഷയത്തിൽ നിന്നാണ് ആ ലൈലത്തുൽ ഖദ്ർ എന്നുള്ളത്. ഖദ്ർ എന്ന് പറഞ്ഞാൽ അത് അപാരമായ അള്ളാഹുവിൻ്റെ ആ പ്രകാശത്തിൻ്റെ ഒരു അവസ്ഥയും അപ്പം ഒരേ സമയം നമുക്ക് ഒരു വുജൂദും അദമും ഇല്ലായ്മയും അസ്തിത്വവും ഒക്കെ കൂടിച്ചേരുന്ന, അതേപോലെ നൂറും ആ അള്ളാഹു കെൻസം മഖ്ഫിയാകുന്ന അള്ളാഹു മറഞ്ഞു കിടക്കുന്ന ഒരു കെൻസായിരുന്നു എന്ന് പറയുന്ന അവസ്ഥയും രണ്ടും കൂടിച്ചേരുന്ന അവസ്ഥ. ഇത് രണ്ടും കെൻസൻ മഖ്ഫിയൻ ഫഹബബ്തു അൻ നൂറഫ. അപ്പം അവിടെ മാരിഫത്ത് അറിയപ്പെടാനുള്ള ഹുബ് ഉണ്ടായും കൊണ്ടാണ് അള്ളാഹു ഈ വെളിപ്പെടലിൻ്റെ എല്ലാ ഘട്ടങ്ങളും ആ പുറത്തേക്ക് വരൻ്റെ എല്ലാ ഘട്ടങ്ങളും ഉണ്ടായി. കാരണം അള്ളാഹു ഇവിടെ മറഞ്ഞത് എങ്ങനെയാണ്? അള്ളാഹുവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ അള്ളാഹു വെളിപ്പെടലിൻ്റെ ആ ശക്തി കൊണ്ടാണ് നമ്മൾക്ക് മുമ്പിൽ അള്ളാഹു മറഞ്ഞിരിക്കുന്നത്. അതുപോലെ മശായിഖന്മാരായ മഹാന്മാരും അവർ അത്രയും അള്ളാഹുവിൻ്റെ ആ ഹുജ്ജത്തും അള്ളാഹുവിൻ്റെ സുൽത്താനിയത്താകുന്ന ആ തെളിവാകുന്ന അവസ്ഥയിലും അവർ നിന്നിട്ടാണ് അതിൻ്റെ വ്യക്തത കൊണ്ടാണ് അവർ മറഞ്ഞിരിക്കുന്നത്. കാരണം നമുക്കത് മനസ്സിലാക്കാൻ മാത്രം ശേഷിയുള്ള അത്രയും ആ പ്രകാശത്തെ ഉൾക്കൊള്ളാൻ മാത്രമുള്ള ശേഷിയിലേക്ക് നമ്മളുടെ കപ്പാസിറ്റി വളരാത്ത അവസ്ഥയിലാണ് നമ്മൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കാതെ പോയിരിക്കുന്നത്. അപ്പം അതേപോലെ ഖുർആൻ ഒരുപാട് സ്ഥലത്ത് ഈ ഈ ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് എന്ന് പറഞ്ഞ സ്ഥലത്തും അള്ളാഹു ആ സുൽത്താനിയത്തിൻ്റെ അവസ്ഥയെയാണ് ഈ വാക്യത്തിലൂടെയും അത് ആ അഹദായി കിടക്കുന്ന അവസ്ഥയും അത് മറ്റൊന്നിൽ നിന്നും ഉണ്ടായതല്ല എന്നുള്ള അവസ്ഥയും മറ്റൊന്നും അതിൽ നിന്ന് ഉണ്ടാകുന്നില്ല എന്നുള്ള അവസ്ഥകളിലേക്കുമൊക്കെ ആ അഹദീയത്തിൻ്റെ പൊരുൾ അള്ളാഹു സൂചിപ്പിച്ചുകൊണ്ട് ഈ വിഷയത്തെ മനസ്സിലാക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഈ വിഷയത്തെ നമുക്ക് ഇങ്ങനെ കൺക്ലൂഡ് ചെയ്യാം. കാരണം സുൽത്താനിയ മാർഗം ഒരേ സമയം ആ സുൽത്താൻ എന്ന് പറയുന്നത് ഖുർആനിൻ്റെ ഒരു രഹസ്യം കൂടിയാണ്. അത് ഖുർആനിൻ്റെ തന്നെ ഒരു യാഥാർത്ഥ്യമാണ്. ഖുർആൻ സുൽത്താനാണ്, സുൽത്താൻ ഖുർആനാണ്. അപ്പോൾ ഖുർആൻ ഒരിക്കലും അതൊരു വേദഗ്രന്ഥം എന്നുള്ള വിഷയത്തിൽ നമ്മൾ കാണുമ്പോൾ ഖുർആൻ എന്നതിൽ ആ ടെക്സ്റ്റ് അല്ല, ആ ടെക്സ്റ്റിൻ്റെ പിന്നിലുള്ള അതീവ അത്യുന്നതമായപ്പെട്ട ഒരു രഹസ്യം. ആ ടെക്സ്റ്റ് അതിനെ പ്രതിനിധീകരിച്ച് വരുന്നതാണ്. കാരണം ബഹുമാനപ്പെട്ട സുൽത്താൻ ബാഹു റളിയല്ലാഹു തആല അൻഹു പറയുകയുണ്ടായി, സുൽത്താൻ ബാഹു മഹാനവറുകൾ ഒരിക്കൽ പറയുകയുണ്ടായി, എല്ലാ ആയിരക്കണക്കിന് നുക്തകളെ, ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങളെ, ലക്ഷക്കണക്കിന് ഗ്രന്ഥങ്ങളെ നമുക്ക് ഒരു നുക്തയിൽ ഒരു നുക്തയിൽ ഒരുമിച്ച് കൂട്ടാൻ പറ്റും. പക്ഷേ ഒരു നുക്തയെ നമുക്ക് ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങളിലും വിശദീകരിക്കാൻ കഴിയില്ല. അതാണ് ഇതിൻ്റെ പൊരുൾ. അപ്പം അത്രയും വലിയ വിശാലമായൊരു ലോകമാണ് ഒരു നുക്തയുടെ ലോകമെന്ന് പറയുന്നത്, ഒരു പുള്ളിയുടെ ലോകം. ആ പുള്ളിയെ നമുക്ക് 1000 ഗ്രന്ഥങ്ങൾ കൊണ്ടും വിശദീകരിക്കാൻ നമ്മളെ കൊണ്ട് സാധ്യമല്ല. ആ 1000 പുള്ളിയാണ് ബഹുമാനപ്പെട്ട ഈ സുൽത്താനിയ മാർഗമെന്ന് നമുക്ക് കാണാം. കാരണം അപ്പം അതിലൂടെ മാത്രമേ നമുക്ക് ഈ ഈ സൃഷ്ടിയാകുന്ന ഈ അവസ്ഥകളിൽ നിന്ന് നമുക്ക് മറികടന്ന് അള്ളാഹുവിൻ്റെ പരിശുദ്ധമാക്കപ്പെട്ട യാഥാർത്ഥ്യങ്ങളിലേക്ക് നമുക്ക് സഞ്ചരിക്കാൻ കഴിയും. അതുകൊണ്ടാണ് ഖുർആൻ ദുആയിൽ നമ്മൾ പഠിച്ചു,
യാ മാശറൽ ജിന്നി വല്ലിൻസി ഇനി അല്ല വഖുർ റബ്ബി അദ്ഖിൽനി മുദ്ഖല അള്ളാഹു നമ്മ ആ ദുആ പഠിപ്പിച്ചു. വഖുർ റബ്ബി നമ്മൾ പറയാ റബ്ബി അദ്ഖിൽനി മുദ്ഖല സിദ്ഖിൻ വഅഖ്രിജ്നി മുഖ്റജ സിദ്ഖിൻ വജ്അൽനി മിൻ ലദുൻക സുൽത്താനൻ നസീറാ. ആ നസീറായ സുൽത്താൻ അതിനെ എനിക്ക് ആക്കേണമേ എന്ന് നമ്മൾ ആ ദുആ അള്ളാഹു അവസാനിപ്പിച്ചു. അപ്പം നമ്മൾ പരമമായ സത്യത്തിൻ്റെ ആ മാർഗത്തിലൂടെ അള്ളാഹു നമ്മെ പ്രവേശിപ്പിക്കുകയും ആ പരമമായ സത്യത്തിൻ്റെ മാർഗത്തിലൂടെ പുറപ്പെടുകയും ചെയ്യുന്ന സ്ഥാനത്ത് അള്ളാഹു എത്തിച്ചേരട്ടെ എന്നുള്ള ആ ദുആകൾ അള്ളാഹു നിർത്തിയത് വജഅൽനാ മില്ലദുൻക സുൽത്താനൻ നസീറാ, പരമ സഹായിയായ ഒരു സുൽത്താനെ എനിക്ക് ആക്കേണമേ എന്ന് അള്ളാഹു പറഞ്ഞു. കാരണം ആ പരമമായ സഹായിയാകുന്ന ഒരു സുൽത്താനിലൂടെ അല്ലാതെ നമുക്ക് അള്ളാഹുവിങ്കിലേക്ക് കടന്നു ചെല്ലാൻ കഴിയൂല. അള്ളാഹുവിൻ്റെ ആ പരിപൂർണമായ ദാത്തിൻ്റെ അവസ്ഥകളിലേക്ക് നമുക്ക് കടന്ന ആ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്കും ആ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലിലേക്കും ഈ പരമസഹായിയായ ഒരു സുൽത്താനിലൂടെ അല്ലാതെ നമുക്ക് കടന്നെത്താൻ കഴിയുകയില്ല എന്നതാണ് ഖുർആനിൻ്റെ ഏറ്റവും വ്യക്തം. അതുകൊണ്ടാണ് ആ പരിശുദ്ധമാക്കപ്പെട്ട മശായിഖന്മാർ, ആ സുൽത്താന്മാരാകുന്ന ആ സഹായികളാകുന്ന മശായിഖന്മാരെ നമുക്ക് ഒരുപാട് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ബഹുമാനപ്പെട്ട സുൽത്താനുൽ അംബിയ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതേ ഒരു സുൽത്താനിയത്തിൻ്റെ പൊരുളായും കൊണ്ട് സുൽത്താനുൽ ഔലിയ മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിറൂഹുൽ അസീസ്, ആ പൊരുളുകളുടെ നമ്മൾ നേരത്തെ ചെമസ്ഥാൻ പാപ്പയുടെ കവിതയിലൊക്കെ ആ സുൽത്താനിയത്തിനെ പറഞ്ഞപ്പം മുഹീദ്ദീൻ രാജകിളിയെ എന്ന് പറഞ്ഞു. ആ ബാസുൽ അഷ്ഹബാകുന്ന മുഹീദ്ദീൻ ഷെയ്ഖ് അവിടുന്നാണ് ഇതിൻ്റെ എല്ലാറ്റിൻ്റെയും ഒരു പൊരുളായി, സുൽത്താനിയത്തിൻ്റെ ഒരു പൊരുളായി. ആ സുൽത്താനിയത്തിൻ്റെ പൊരുള് ബഹുമാനപ്പെട്ട സയ്യിദന നമ്മളുടെ ഷെയ്ഖിന ബഹുമാനപ്പെട്ട അവിടത്തേക്ക് ആ സുൽത്താൻ എന്നുള്ള പേര് വിളിച്ചുകൊണ്ട് ഈ സുൽത്താനിയത്തിനെ ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് സ്ഥാപിക്കുകയും ഇതിനെ ലോകത്ത് മുഴുവൻ വ്യാപിക്കപ്പെടുന്ന ഒരു വിഷയമാക്കി, ഒരു പൊതു മണ്ഡലത്തിലൊരു വിഷയമാക്കി ഇതിനെ പുറത്തേക്ക് കൊണ്ടുവന്ന ആ പേര് ബഹുമാനപ്പെട്ട ഗൗസുൽ ആദം ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് മഹാനവറുകളാണ് നമുക്ക് ആ നാമം തന്നത്. അപ്പം സുൽത്താനിയ മാർഗം എന്ന് പറഞ്ഞ അവരുടെ സയ്യിദന സുൽത്താനുൽ അംബിയയുടെയും സുൽത്താനുൽ ഔലിയയുടെയും മാർഗമാണ്. അത് സുൽത്താനുൽ ആരിഫീന ഷെയ്ഖന സയ്യിദ് അഹ്മദുൽ കബീർ ദിഫായി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് മഹാനവറുകളുടെ സുൽത്താനിയ. കാരണം അവിടുത്തെ ഓരോ സ്ഥലത്തും എല്ലാ പേരിലും സുൽത്താൻ മുഹിയുദ്ദീൻ അല്ലെങ്കിൽ നിരന്തരം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പേരാണ് ബഹുമാനപ്പെട്ടവർക്ക്. അള്ളാഹു തന്നെ അവിടുത്തെ വിളിച്ച പേരാണ് സുൽത്താൻ എന്നുള്ളത്. ഷെയ്ഖുൽ സുൽത്താനുൽ ആരിഫീൻ സയ്യിദന അഹ്മദുൽ കബീർ ദിഫായി റളിയല്ലാഹു. അതേപോലെ ഒരുപാട് സുൽത്താനുൽ ആരിഫീൻ ബഹുമാനപ്പെട്ട ഷെയ്ഖുൽ അക്ബർ മുഹീദ്ദീൻ ബിൻ അറബി റളിയല്ലാഹു അൻഹു ആ സുൽത്താനുൽ ആരിഫ് അവിടുത്തെ ജന്മദിനമാണ്. അള്ളാഹു ഈ പരിശുദ്ധമാക്കപ്പെട്ട അതിൻ്റെ വിജ്ഞാനങ്ങളെയും അതിൻ്റെ അറിവുകളെയും അവിടുത്തെ ഉന്നതമാക്കപ്പെട്ട ഫൈദാന് കൊണ്ട് അള്ളാഹു നമ്മളെ അനുഗ്രഹിച്ചുകൊണ്ട് സുൽത്താനിയത്തിൻ്റെ അറിവിലൂടെ സഞ്ചരിക്കാൻ നമുക്ക് ഈ മജ്ലിസ് കൊണ്ട് അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. അതേപോലെ സുൽത്താനിയത്തിൻ്റെ ബഹുമാനപ്പെട്ട ഷെയ്ഖുന അവിടുന്നാണ് ഈ കാലഘട്ടത്തിൽ നമ്മെ അതുകൊണ്ട് ആ പരിശുദ്ധമാക്കപ്പെട്ട സുൽത്താനിയത്തിൻ്റെ നൂറ് കൊണ്ട് നമ്മെ പ്രകാശിപ്പിച്ചത്. അവിടത്തേക്ക് അള്ളാഹു ഈ മജ്ലിസിൻ്റെ എല്ലാവിധ സന്തോഷവും അവിടത്തേക്ക് എത്തിവെച്ചുകൊണ്ട് ഈ ദൗത്യത്തെ അവിടുത്തെ ആഗ്രഹവും അവിടുത്തെ താല്പര്യവും പോലെ അതിനെ ഈ സുൽത്താനിയത്തിനെ സംരക്ഷിക്കാനും ആ സുൽത്താനിയത്തിൻ്റെ ലോകം മുഴുവൻ ആ പ്രകാശത്തെ പ്രസരിപ്പിക്കാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. അവിടുത്തെ ഈ പരിശുദ്ധമാക്കപ്പെട്ട ജന്മദിനത്തിൽ ആയിരങ്ങളെ അള്ളാഹു നമുക്ക് ഈ പരിശുദ്ധമാക്കപ്പെട്ട സുൽത്താനിയത്തിലേക്ക് ആ വെളിച്ചത്തിലേക്ക് അത്തരം ഹൃദയങ്ങൾ അതിന് യോഗ്യമായ ഹൃദയങ്ങളെ അവിടുത്തെ ഹക്ക് കൊണ്ട് അള്ളാഹു തുറന്നു തരുമാറാകട്ടെ. അപ്പം അതാണ് അത് നമ്മൾ അവിടുത്തെ ഈ ജന്മദിനത്തിൽ അവിടുന്ന് ഈ ലോകത്തേക്ക് വന്നത് ഈ സുൽത്താനിയത്തിൻ്റെ ദൗത്യം സുൽത്താനിയത്തിൻ്റെ ലോകത്ത് പ്രസരിപ്പിക്കാനും അതിൻ്റെ പ്രകാശം എല്ലായിടത്തേക്കും കടത്തിവിടാനും ഹൃദയങ്ങളിലേക്ക് കടത്തിവിടാനുള്ള ഒരു ഉദ്ദേശത്തിലാണ്. അവിടെ അത്തരം സുൽത്താനിയത്തിൻ്റെ ആ മുഖങ്ങൾ നമ്മൾ കണ്ടാൽ തന്നെ ആ മുഖങ്ങളിൽ നിന്ന് നമ്മളിലേക്ക് ഹൃദയത്തിലേക്ക് ആ സുൽത്താനിയത്തിൻ്റെ പ്രകാശം നൂറാനിയത്ത് നമ്മളിലേക്ക് കടന്നു വരും. അത്തരത്തിലുള്ള വ്യക്തികളായ അവസ്ഥകളായ അള്ളാഹു നമ്മളെ പൂർത്തീകരിച്ച് നിലനിർത്തി തരുമാറാകട്ടെ. അപ്പം ആ മാർഗങ്ങളിലൂടെ മാത്രമേ നമുക്ക് ഈ അള്ളാഹുവിൻ്റെ പരമ്പൊരുളുകളാകുന്ന രഹസ്യങ്ങളിലേക്കും പ്രകാശങ്ങളാകുന്ന അവസ്ഥകളിലേക്കും നമുക്ക് കടന്നു ചെല്ലാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് അള്ളാഹു ഈ ദുആ നമുക്ക് സദാസമയം
നമുക്ക് അള്ളാഹു നൽകിയ ആ പരമസഹായിയായ സുൽത്താനെ, നമ്മുടെ ബഹുമാനപ്പെട്ട സുൽത്താൻ സയ്യിദന മുഹമ്മദ്, സുൽത്താൻ സയ്യിദ് മുഹമ്മദ് ബാവുസ്താദ് ഖദ്ദസല്ലാഹു സിറഹു തവ്വലല്ലാഹു ഉംറഹു മഹാനവറുകളെ നമുക്ക് ആ ആയുസ് ദൈർഘ്യം നൽകിക്കൊണ്ട് അള്ളാഹു സദാസമയം ലോകത്തിന് മുഴുവൻ ആ സുൽത്താനിയത്തിൻ്റെ പ്രകാശമായിട്ട്, ലോകത്തിൻ്റെ എല്ലാ 18,000 കോടി ലോകങ്ങൾക്കും ആ സുൽത്താനിയത്തിൻ്റെ മഹത്തായ പ്രകാശമായി കൊണ്ട് ബഹുമാനപ്പെട്ട സുൽത്താൻ സയ്യിദ് മുഹമ്മദ് ബാവുസ്താദ് അവിടുത്തെ ആ പൂമുഖം വജുഹിനെ അള്ളാഹു അങ്ങനെ നമുക്ക് മുമ്പിൽ ഈ ദീർഘായുസ്സോടുകൂടി നിലനിർത്തി തരുമാറാകട്ടെ എന്ന ഒറ്റ ദുആയോടുകൂടി പരിശുദ്ധമാക്കപ്പെട്ട എല്ലാ സുൽത്താന്മാരെയും, ബഹുമാനപ്പെട്ട സുൽത്താൻ ഇന്ദു ഖാജ വരീബ് നവാസ് മൊയിനുദ്ദീൻ ചിസ്തി റളിയല്ലാഹു അൻഹു, അതുപോലെ സുൽത്താൻ ആളം സയ്യിദന സയ്യിദ് സുൽത്താൻ ഇബ്രാഹിം ബാദുഷൽ ഇർബദി ഖദ്ദസല്ലാഹു സിറോഹുൽ അസീസ്, അതുപോലെ ലോകത്ത് കടന്നുപോയപ്പെട്ട ഈ സുൽത്താനിയത്തിൻ്റെ രഹസ്യങ്ങളാകുന്ന ഈ സുൽത്താനിയത്തിൻ്റെ മഹത്തായ വിഷയങ്ങളെ പ്രകീർത്തിച്ചുകൊണ്ട് വലിയ കവിതകളൊക്കെ രചിച്ച ബഹുമാനപ്പെട്ട നമ്മുടെ ഈ തൗഹീദിൻ്റെ പരിശുദ്ധമാക്കപ്പെട്ട ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി എന്നുള്ള വാക്യത്തെ ലോകത്തിന് മുമ്പിൽ എടുത്തിട്ട ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് ബാദിഷാ ഖദീറുല്ലാ യമനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്, അവിടുത്തെ ഖലീഫ ബഹുമാനപ്പെട്ട മദാർ ഷാ ബാബ, അതുപോലെയുള്ള ലോകത്ത് വന്നുപോയ ഈ സുൽത്താനിയത്തിൻ്റെ എല്ലാ രഹസ്യങ്ങളിലേക്കും അവസ്ഥയിലേക്കും നമ്മുടെ ഈ മജ്ലിസിനെ അള്ളാഹു ചേർത്ത് നിർത്തിക്കൊണ്ട് ആ മജ്ലിസിൻ്റെ നമ്മളെ ഔസുല്ലാദം ഖദ്ദസല്ലാഹ് നമ്മൾ പരിശുദ്ധമാക്കപ്പെട്ട ബദരീങ്ങളുടെ ഈ ദിനം അവിടുത്തെ ആ ബഹുമാനപ്പെട്ട ഔസുല്ലാദം ഖദ്ദസല്ലാഹു സിറഹുൽ അസീസിൻ്റെ സന്നിധിയിലേക്ക് നമ്മൾ ഒരു ആത്മീയമായ ഒരു യാത്ര നടത്തിക്കൊണ്ട് അവിടുത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ഖുർആൻ ആ സുൽത്താനിയത്തിൻ്റെ എല്ലാ അവസ്ഥകളെയും വിവരിച്ചുകൊണ്ട് നടത്തിയ ഒരു പരിശുദ്ധമാക്കപ്പെട്ട സലാത്ത്, ആ സലാത്തിലൂടെ നമ്മൾ ഈ ആ സലാത്തിൻ്റെ മജ്ലിസിലേക്ക് ബഹുമാനപ്പെട്ട മശായിഖന്മാരെ നമുക്ക് നൽകിയ ആ ബശായിറുൽ ഖൈറാത്ത്, എല്ലാ ഖൈറുകളുടെയും ആ ഒരു രഹസ്യമായ ആ ഒരു അതിൻ്റെ ഒരു മജ്ലിസിലൂടെ നമ്മൾ ഈ പരിശുദ്ധമാക്കപ്പെട്ട സുൽത്താനിയത്തിൻ്റെ ആ മജ്ലിസിനെ നമ്മൾ ഈ സലാത്ത് കൊണ്ട് അവരിലേക്ക്, മഹാന്മാരിലേക്ക് നമ്മൾ സമർപ്പിക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വബിഹി നസ്തഈൻ. അല്ലാഹുമ്മ സല്ലി വസല്ലിം അലാ സയ്യിദിനാ മുഹമ്മദിനിൽ ബശീരിൽ മുബശ്ശിരിൽ മുഅ്മിനീൻ ബിമാ ഖാലല്ലാഹുൽ അദീം വബശ്ശിരിൽ മുഅ്മിനീന വഅന്നല്ലാഹ ലാ യുളീഉ അജ്റൽ മുഅ്മിനീൻ. അല്ലാഹുമ്മ സല്ലി വസല്ലിം അലാ സയ്യിദിനാ മുഹമ്മദിനിൽ ബശീരിൽ മുബശ്ശിരിൽ ദാകിരീൻ ബിമാ ഖാലല്ലാഹുൽ അദീം ഫദ്കുറൂനി അദ്കുറുകും വദ്കുറുല്ലാഹ ദിക്റൻ കസീറാ وسبحوا بكرة وأصيلا هو الذي يصلي عليكم وملائكته ليخرجكم من الظلمات إلى النور وكان بالمؤمنين رحيما تحيتهم يوم يلقونه سلام وأعد لهم أجرا كريما. اللهم صل وسلم على سيدنا محمد البشير المبشر العاملين بما قال الله العظيم أني لا أضيع عمل عامل منكم من ذكر أو أنثى ومن عمل صالحا من ذكر أو أنثى وهو مؤمن فأولئك يدخلون الجنة يرزقون فيها بغير حساب. اللهم صل وسلم على سيدنا محمد البشير المبشر الأوابين بما قال الله العظيم فإنه كان للأوابين غفورا لهم ما يشاءون عند ربهم ذلك جزاء المحسنين. اللهم صل وسلم على سيدنا محمد البشير المبشر للتوابين بما قال الله العظيم إن الله يحب التوابين ويحب المتطهرين والذي يقبل التوبة عن عباده ويعفو عن السيئات. اللهم صل وسلم على سيدنا محمد البشير المبشر المخلصين بما قال الله العظيم من كان يرجو لقاء ربه فليعمل عملا صالحا ولا يشرك بعبادة ربه أحدا مخلصين له الدين. اللهم صل وسلم على سيدنا محمد البشير المبشر الخاشعين بما قال الله العظيم استعينوا بالصبر والصلاة وإنها لكبيرة إلا على الخاشعين الذين يظنون أنهم ملاقو ربهم وأنهم إليه راجعون الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار. اللهم صل وسلم على سيدنا محمد البشير المبشر المصلين بما قال الله العظيم وأقم الصلاة إن الصلاة تنهى عن الفحشاء والمنكر أقم الصلاة وأمر بالمعروف وانهى عن المنكر واصبر على ما أصابك إن ذلك من عزم الأمور. اللهم صل وسلم على سيدنا محمد البشير المبشر للصابرين بما قال الله العظيم إنما يوفى الصابرون أجرهم بغير حساب أولئك الذين هداهم الله وأولئك هم أولو الألباب.
اللهم صل وسلم على سيدنا محمد البشير المبشر الخائفين بما قال الله العظيم لمن خاف مقام ربه جنتان وأما من خاف مقام ربه ونهى النفس عن الهوى فإن الجنة هي المأوى اللهم صل وسلم على سيدنا محمد البشير المبشر المتقين بما قال الله العظيم رحمتي وسعت كل شيء فسأكتبها للذين يتقون ويؤتون الزكاة والذين هم بآياتنا يؤمنون الذين يتبعون الرسول النبي الأمي لهم جزاء الضعف بما عملوا وهم في الغرفات آمنون اللهم صل وسلم على سيدنا محمد البشير المبشر المخبتين ما قال الله الذين يبشر المخبتين الذين إذا ذكر الله وجلت قلوبهم والذين يؤتون ما آتوا وقلوبهم وجلة أنهم إلى ربهم راجعون أولئك يسارعون في الخيرات وهم لها سابقون اللهم صل وسلم على سيدنا محمد البشير المبشر الصابرين ما قال الله الذين يبشر الصابرين الذين إذا أصابتهم مصيبة قالوا إنا لله وإنا إليه راجعون إني جزيتهم اليوم بما صبروا أنهم هم الفائزون اللهم صل وسلم على سيدنا محمد البشير المبشر الكاظمين بما قال الله الذين الكاظمين الغيظ والعافين عن الناس والله يحب المحسنين فمن عفا وأصلح فأجره على الله إنه لا يحب الظالمين اللهم صل وسلم على سيدنا محمد البشير المبشر المحسنين بما قال الله الذين أحسنوا إن الله يحب المحسنين من جاء بالحسنة فله عشر أمثالها من جاء بالسيئة فلا يجزى إلا مثلها وهم لا يظلمون اللهم صل وسلم على سيدنا محمد البشير المبشر للشاكرين ما قال الله الذين اشكروا نعمة الله إن كنتم إياه تعبدون لئن شكرتم لأزيدنكم ولئن كفرتم من عذابي لشديد اللهم صل وسلم على سيدنا محمد البشير المبشر المنفقين ما قال الله العظيم ومما رزقناهم ينفقون وما أنفقتم من شيء فهو يخلفه وهو خير الرازقين اللهم صل وسلم على سيدنا محمد البشير المبشر المتصدقين بما قال الله العظيم وأن تصدقوا خير لكم من الله يجزي المتصدقين اللهم صل وسلم على سيدنا محمد البشير المبشر السائلين بما قال الله العظيم أجيب دعوة الداعي إذا دعاني وقال ربكم ادعوني أستجب لكم اللهم صل وسلم على سيدنا محمد البشير المبشر للصالحين بما قال الله العظيم أن الأرض يرثها عبادي الصالحون أولئك هم الوارثون الذين يرثون الفردوس هم فيها خالدون اللهم صل وسلم على سيدنا محمد البشير المبشر المصلين بما قال الله العظيم إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما يؤتكم كفلين من رحمته ويجعل لكم نورا تمشون به ويغفر لكم والله غفور رحيم اللهم صل وسلم على سيدنا محمد البشير المبشر المبشرين بما قال الله الذي يبشر الذين آمنوا وعملوا الصالحات لهم البشرى في الحياة الدنيا وفي الآخرة لا تبديل لكلمات الله ذلك هو الفوز العظيم اللهم صل وسلم على سيدنا محمد البشير المبشر الفائزين بما قال الله الذي من يطع الله ورسوله فقد فاز فوزا عظيما اللهم صل وسلم على سيدنا محمد البشير المبشر للزاهدين بما قال الله العظيم المال والبنون زينة الحياة الدنيا والباقيات الصالحات خير عند ربك ثوابا وخير نملا اللهم صل وسلم على سيدنا محمد البشير المبشر الأميين بما قال الله العظيم كنتم خير أمة أخرجت للناس تأمرون بالمعروف وتنهون عن المنكر اللهم صل وسلم على سيدنا محمد البشير المبشر المصطفين بما قال الله العظيم ثم أورثنا الكتاب الذين اصطفينا من عبادنا منهم ظالم نفسه ومنهم مقتصد ومنهم سابق بالخيرات بإذن الله ذلك هو الفضل الكبير اللهم صل وسلم على سيدنا محمد البشير المبشر المذنبين بما قال الله العظيم قل يا عبادي الذين أسرفوا على أنفسهم لا تقنطوا من رحمة الله إن الله يغفر الذنوب جميعا إنه هو الغفور الرحيم اللهم صل وسلم على سيدنا محمد البشير المبشر المستغفرين بما قال الله العظيم ومن يعمل سوءا أو يظلم نفسه ثم يستغفر الله يجد الله غفورا رحيما اللهم صل وسلم على سيدنا محمد البشير المبشر العابدين ما قال الله العظيم إن الذين سبقت لهم من الحسنى أولئك أنهم مبعدون لا يسمعون سيساهم بما اشتهت أنفسهم خالدون لا يحزنهم الفزع الأكبر وتتلقاهم الملائكة وهذا يومكم الذي كنتم توعدون اللهم صل وسلم على سيدنا محمد البشير المبشر المسلمين ما قال الله العظيم إن المسلمين والمسلمات والمؤمنين والمؤمنات والقانتين والقانتات والصادقين والصادقات والصابرين والصابرات والخاشعين والخاشعات والمتصدقين
والمتصدقين والمتصدقات والصائمين والصائمات والحافظين فروجهم والحافظات والذاكرين الله كثيرا والذاكرات أعد الله لهم مغفرة وأجرا عظيما وأن ليس للإنسان إلا ما سعى وأن سعيه سوف يرى ثم يجزاه الجزاء الأوفى وأن إلى ربك المنتهى. അള്ളാഹു പരിശുദ്ധമാക്കപ്പെട്ട സലാത്ത് കൊണ്ട് നമ്മളുടെ സർവ്വ ദോഷങ്ങളും അള്ളാഹു പുറത്തു തരുമാറാകട്ടെ. ഇതിൽ ഒരുപാട് അള്ളാഹുവിൻ്റെ മുഖറബീങ്ങളായ ഒരുപാട് ആളുകളുടെ സ്ഥാനങ്ങൾ അള്ളാഹു ഇതിൽ ഈ സലാത്ത് കൊണ്ട്, ഖുർആൻ കൊണ്ടുള്ള ഈ സലാത്ത് കൊണ്ട് അള്ളാഹു വിവരിച്ചു. അവരൊക്കെയാണ് അന്നൽ മുസ്ലിമീൻ അവൽ മുസ്ലിമാത്ത് വൽ മുഅ്മിനീൻ ഒക്കെ സുൽത്താനിയത്തിൻ്റെ ആ ദറജകളിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥകളാണ്. അള്ളാഹു അതിലൊക്കെ നമ്മളെ കബൂൽ ചെയ്യുമാറാകട്ടെ. ആ അവസ്ഥകളിലൊക്കെ ഈ പരിശുദ്ധമാക്കപ്പെട്ട ബദരീങ്ങളുടെ ആണ്ടിൻ്റെ ദിവസത്തിലുള്ള മജ്ലിസ് കൊണ്ട് അള്ളാഹു നമ്മെ സ്വീകരിക്കുമാറാകട്ടെ. തവസ്സൽനാ ബിബിസ്മില്ലാ വബിൽ ഹാദി റസൂലില്ലാ വകുല്ലി മുജാഹിദിൻ ലില്ലാ വാഹിലിൽ ബദരി യാ അല്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് ഇലാഹി നഫിസിൽ ഖുറബ അനിൽ ആസീന വല്ലതബ وكل بلية وببا بأهل البدر يا الله توسلنا ببسم الله وبالهادي رسول الله وكل مجاهد لله واهل البدر يا الله صلى الله على سيدنا محمد صلى الله عليه وسلم صلى الله على سيدنا محمد صلى الله عليه وسلم اللهم صل على سيدنا محمد يا رب صل عليه وسلم.